देखते हैं इस अध्याय में। നിങ്ങളോടൊപ്പം അല്പസമയം അത് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ ആഴമേറിയ ഒരു പഠനമാണ്. ഒരു പക്ഷെങ്കിൽ മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ ഇന്ന് രാത്രി കഴിഞ്ഞെന്ന് വരികയില്ല. ഞാനൊരു ബ്ലസ്സൻ നിങ്ങളോട് പറയും, ഞാനൊരു ടീച്ചറാണ്, ഒരു പ്രാസംഗികനല്ല. ദൈവവചനം പഠിപ്പിക്കുവാൻ വളരെ ആഗ്രഹിക്കുന്നയാളാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നോട്ടുകൾ എടുക്കുകയും ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കും. और मैं आपको बताना चाहूंगा, मैं इसी अध्याय से कुछ बातों को आपके सामने रखना चाहूंगा। मैं एक प्रचारक नहीं मानता हूं अपने आप को, मैं एक शिक्षक हूं। इसलिए जब भी मैं आपको बताऊंगा कुछ बातों को, बहुत ही गहराई की बातें हैं। अगर हो सकता है आप लोग कृपया कर नोट्स बनाना, ताकि आप लोग उसको फिर से मनन कर पाए। അതുകൊണ്ട് സ്വല്പം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആദ്യം നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. इसलिए जरूरी है कि उसकी पृष्ठभूमि को हम थोड़े पहले से पढ़े। യഹൂദ റബിമാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് यहूदी जो भी शिक्षक होते हैं, रब्बीज होते हैं, उनके शिक्षा के अनुसार തിരുവചനത്തിൽ, തിരുവചനമെന്ന് അവരെ അർത്ഥമാക്കുന്നത് പഴയ നിയമമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. തിരുവചനത്തിൽ 613 കൽപ്പനകളുണ്ട് എന്ന് റബിമാര് പഠിപ്പിച്ചു. और पुरानी नियम के या जो यहूदी रब्बी है, वो इस बात को कहते हैं कि करीब 613 ऐसे पुरानी नियम के उपदेश है जिसको हमें मानना है। ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് വായിക്കാം, മനസ്സിലാക്കാൻ കഴിയും. വിവരിപ്പാൻ ഇന്ന് ഞാൻ സമയം എടുക്കുന്നില്ല. और मैं इसका विवरण नहीं देना चाहूंगा, स्क्रीन पर मैंने इस बात को दिखाया है, आप लोग देख सकते हैं। ഈ 613 കൽപ്പനകളും അനുസരിക്കണം എന്ന് നിർബന്ധമായി റബിമാര് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്. और ये सारे जो आज्ञाएं हैं, इसको हमें बहुत ही महत्व देकर इसको मानना जरूरी है। इसलिए ही यीशु मसीह ने इस बात का जिक्र किया मत्ती के सुसमाचार उसके 23 अध्याय में। ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ എന്ന് പറഞ്ഞാൽ യെരൂശലേമിലെ യഹൂദിയയിലെ ഉപദേഷ്ടാക്കൾ, ദൈവജനത്തെ നയിക്കുന്നവർ. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. നമുക്കറിയാം കർത്താവ് അവരെ വളരെ വിമർശിച്ചിരുന്നു എന്ന് നമുക്കറിയാം. हम जानते हैं, लिखा गया है मत्ती 23 अध्याय उसकी 4th आयत में, वे एक ऐसे भारी बोझ को जिनको उठाना कठिन है बांधकर उन्हें मनुष्य के कंधों पर रखते हैं, परंतु स्वयं उसे अपनी उंगली से भी सरकाना नहीं चाहते हैं। यीशु मसीह ने अपनी सेवा में ऐसे लोगों का बहुत ज्यादा आलोचना किया। കർത്താവ് ഇങ്ങനെ പറയുവാൻ കാര്യം, പരീശന്മാരുടെ അഭിപ്രായത്തിൽ ലോകത്തിലുള്ള സകല ജനത്തെയും അവരെ രണ്ടായി തിരിച്ചിരുന്നു. ഒരു കൂട്ടരെ പെർഫെക്റ്റ്ലി ജസ്റ്റ്, പൂർണ്ണമായും വിശുദ്ധൻ എന്നും മറ്റുള്ളവരെ പാപികളെന്നും അവര് വിവരിച്ചിരുന്നു. और फरीसियों ने संसार के लोगों को 2 भागों में विभाजित किया। एक ऐसी समूह है जो पूरी रीति से इनका न्यायीकरण हुआ है, जो सिद्ध है, और दूसरी जो समूह के लोग वो पापियों के समूह में आते हैं। ആരാണ് പൂർണ്ണമായും വിശുദ്ധൻ? ഈ 613 കൽപ്പനകളും ഒരിക്കലും ലംഘിച്ചിട്ടില്ലാത്തവർ. और कौन है संपूर्ण रीति से जो सिद्ध है? वो व्यक्ति है जिसने ये 613 आज्ञाओं का कोई उल्लंघन नहीं किया हो। പാപികൾ ആരാണ്? तो पापी कौन है? ഇതിൽ ഏതെങ്കിലും ഒരു കൽപ്പനയെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവർ പാപികൾ. इसमें से अगर एक भी आज्ञाओं का उल्लंघन किया हो, वो व्यक्ति पापी कहलाता है। വിവരിപ്പാൻ സമയമില്ല, പെട്ടെന്ന് ഈ പാപികളെ കുറിച്ചുള്ള ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പലർക്കും ഇതൊക്കെ അറിയാവുന്നെങ്കിലും ഞാൻ ഓർപ്പിക്കുകയാണ്. പരീശന്മാര്, ശാസ്ത്രിമാര്, ചുങ്കക്കാരെ പാപികൾ എന്ന് വിളിച്ചിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. हम जानते हैं कि फरीसियों ने और शास्त्रियों ने, अधिकारियों ने इन चुंगी लेने वालों को पापियों के रूप में संबोधित किया। അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമ പറയുന്നത്. इसलिए यीशु मसीह ने लूका 18 अध्याय में एक फरीसी और एक चुंगी लेने वाले के विषय में उदाहरण दिया.
നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ വിവരിക്കാൻ സമയം എടുക്കുന്നില്ല. നമുക്ക് വളരെ വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. मैं उसका विवरण नहीं देना चाहूंगा, आगे बढ़ना चाहूंगा। ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം സഖായി എന്ന ചുങ്കക്കാരനെ കാണുന്നു. हम लूका के सुसमाचार 19 अध्याय में जक्कई के विषय में पढ़ते हैं, जो एक चुंगी लेने वाला था। സഖായി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. मैं सोचता हूं कि आप में से कुछ लोग जानते होंगे कि जक्कई इस नाम का अर्थ क्या है। സഖായി എന്ന പേരിന്റെ അർത്ഥം വിശുദ്ധൻ, और जक्कई इस नाम का अर्थ, കളങ്കമില്ലാത്തവൻ എന്നാണ്. उसका नाम का मतलब यह है कि वो पवित्र है, जिसमें कोई खोट नहीं है, कोई कमी नहीं है। എന്നാൽ തന്റെ ജോലി മൂലം താൻ എന്ത് ചെയ്യുവാൻ, തന്റെ ജീവിതത്തില് ജോലി എന്ത് ചെയ്തോ അത് മൂലം പള്ളിയിൽ കയറുവാൻ പോലും അവകാശമില്ലാത്ത ഒരു പാപിയായി സഖായിയെ അന്നത്തെ മത നേതാക്കൾ തള്ളിക്കളഞ്ഞത്. परंतु हम जानते हैं क्योंकि जक्कई एक चुंगी लेने वाला था, इसलिए उसके काम में कई सारे कमियां थी, पाप में जीता था, इसलिए उसको अनुमति नहीं था कि वो मंदिर में जाकर या आराधनालय में जाए और प्रभु की आराधना करे। അവനെ തേടി നമ്മുടെ കർത്താവ് പോയി. നിങ്ങൾക്ക് ആ കഥ അറിയാം, ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് തന്റെ മിഷൻ എന്താണെന്ന് പരിശുദ്ധാത്മാവിലൂടെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു കർത്താവ്. അത് മറക്കരുതേ പ്രിയമുള്ളവരെ. കർത്താവ് എന്തിനു വേണ്ടിയാണ് വന്നത്? കർത്താവ് വന്നത് ബിൽഡിങ്ങുകൾ പണിയാനല്ല, ബൈബിൾ കോളേജുകൾ പണിയാനല്ല, പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുവാനല്ല. ഏക ലക്ഷ്യത്തിലാണ് കർത്താവ് വന്നത്. നഷ്ടപ്പെട്ട മനുഷ്യരെ, മതവും നേതാക്കളും തള്ളിക്കളയുന്ന മക്കളെ തിരഞ്ഞു രക്ഷിപ്പാനാണ്. അതാണ് നമ്മുടെ മിഷൻ. മറക്കരുതേ കർത്തൃദാസന്മാരെ, മറക്കരുതേ വിശ്വാസികളെ, മറക്കരുതേ. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ഏക ലക്ഷ്യത്തിനാണ്. मेरे प्रियो, लूका के सुसमाचार में 19 अध्याय 10वें आयत में यीशु मसीह संसार में क्यों आया है, इस बात का बहुत ही स्पष्ट रीति से उल्लेख किया गया है। क्योंकि मनुष्य का पुत्र खोए हुओं को ढूंढने और उनका उद्धार करने आया है। यीशु मसीह संसार में इसलिए आया ताकि खोए हुओं को वो उद्धार देने पाए। मेरे प्रिय प्रभु के दासों, विश्वासी गणों में आप लोगों को इस बात को याद दिलाना चाहूंगा फिर से कि हम बिल्डिंग बांधने के लिए, कलीसिया बांधने के लिए या बाइबल कॉलेज को बांधने के लिए प्रति नहीं, परंतु खोए हुए आत्माओं को जीतने का एक बड़ा बोझ हमारे अंदर इन दिनों में प्रभु उत्पन्न करने पाए। ഇതൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്വം, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ടോപ്പ് പ്രയോറിറ്റി ഭാവികളെ സുവിശേഷം അറിയിക്കുകയും അവരെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്യുന്നുള്ളത്. मैं नहीं कह रहा हूं कि इन सारी चीजों की जरूरत नहीं है, परंतु आपकी पहली प्राथमिकता, सबसे जरूरी चीज यह है कि आप पापियों को जाकर सुसमाचार बताए, उनको उद्धार के मार्ग में लेकर आए। ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ ഷോക്ക് ചെയ്തേക്കും. യഹൂദ മതത്തിൽ പലസ്തീനില് അബ്രഹാമിന്റെ മക്കളായിരുന്ന ആട്ടിടയന്മാരെ പാപികളെന്ന് മുദ്രകുത്തി അവർ തള്ളിക്കളഞ്ഞു. शायद आपके लिए बड़ी आश्चर्यजनक बात होगी कि जो ये फलस्तीन में जन्मे थे, जो चरवाह कहलाते थे, उनको भी पापियों के समूह में गिना गया था। അബ്രഹാമിന്റെ മക്കളായിരുന്നു അവരെ, എങ്കിൽ തന്നെയും ഒരു ആട്ടിടയന് പള്ളിയിൽ കയറുവാൻ അനുവാദമില്ലായിരുന്നു. वो एक वहां के अब्राहम की संतान कहलाते थे, फिर भी क्योंकि वो चरवाह थे, वो आराधनालय में प्रवेश नहीं कर सकते थे। നമ്മുടെ നാട്ടിലും ഈ കാസ്റ്റ് സിസ്റ്റം ഉളവായത്, ജാതിവാദം ഉളവായത് തൊഴിലിന്റെ പേരിലാണ്. നിങ്ങൾക്കറിയാം, ഇത് തന്നെയാ ഇസ്രായേലിലും സംഭവിച്ചത്. ഹീനമായ തൊഴിലെന്ന് കരുതുന്നത് ചെയ്യുന്നവരെ നീചജാതി എന്നും, ഉന്നതമായ ജോലി ചെന്ന് കരുതുന്നവരെ ഉന്നത ജോലിക്കാരെന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ആ സിസ്റ്റം ഉണ്ട്. ഇത് തന്നെയാ കർത്താവിന്റെ നാട്ടിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആരെങ്കിലും ഒരു പാവപ്പെട്ടവന് ആട്ടിടയനായി പോയാൽ അവൻ നീചജാതിയിൽപ്പെട്ടവനാണ്.
അവന് പള്ളിയിൽ കയറാൻ അവകാശമില്ല എന്നുള്ള നിലയിൽ ആയിപ്പോയത്. हम जानते हैं कि हमारे केरल राज्य में भी जातिवाद की बातें होती हैं। अनेक लोगों को नीच जाति, कुछ लोगों को उच्च जाति में गिना जाते हैं। वो इसलिए है क्योंकि उनके व्यवसाय के अनुसार, उनके काम के अनुसार ही उनको ये दर्जा दिया जाता है। इसलिए यहूदी समाज में भी हम जानते हैं चरवाहे, उनको उनके काम को बहुत ही तुच्छ नजरों से देखा गया था, इसलिए उनको नीच जाति या पापियों के समूह में गिना गया था। ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രമേ തരുന്നുള്ളൂ. വലിയ ലോങ് ലിസ്റ്റ് ആണ്. അതിൽ മൂന്നാമതായി പറയുന്നത് തുകൽക്കുല്ലന്മാർ എന്ന് പറയുന്ന ടാനേഴ്സ്. അവരെ നീച്ചജാതിയായി, അവർക്ക് സിനഗോഗിലോ ടെമ്പിളിലോ പ്രവേശിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നു. യഹൂദനായിരുന്നിട്ട് തന്നെ അവർക്ക് യഹൂദ പള്ളിയിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ലായിരുന്നു. और एक समूह के लोग जो मंदिर में या आराधनालय में प्रवेश नहीं कर सकते थे, वो यह है, वो चमड़े का धंधा करने वाले लोग थे, उनको भी अनुमति नहीं था और वो पापी के रूप में गिना गए थे. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ള ഒരു തുകൽക്കൊല്ലക്കാരന്റെ വീട്ടിലേക്കാണ് പത്രോസിനെ അയച്ചത്. ആ വീട്ടിൽ താമസിക്കുമ്പോഴാണ് അവന് വലിയൊരു വെളിപ്പാടുണ്ടാകുന്നത്, സ്വർഗത്തിൽ നിന്ന് തുപ്പട്ടി ഇറങ്ങുന്നതും. ആ വെളിപ്പാട് ജാതികൾ ക്രിസ്തുവിൽ യഹൂദനെ പോലെ തന്നെയാണ് എന്നുള്ള വലിയ വെളിപ്പാട് പത്രോസിന് ലഭിക്കുന്നത് തുകക്കൊല്ലക്കാരന്റെ വീട്ടിൽ വെച്ചാണ്. അതും വിവരിച്ച് പഠിക്കുവാൻ നമുക്ക് ഇന്ന് സമയമില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. हम जानते हैं 10वें अध्याय में बताया गया है किस प्रकार से पतरस शमौन चमड़े का धंधा करने वाले के घर में रुका हुआ था. वहां पर एक बड़ा प्रकाशन को वो देखता है, दर्शन देखता है, जहां पर परमेश्वर की वाणी आती है कि अन्य जातियों में, यहूदियों में कोई फर्क नहीं है, सब परमेश्वर की नजरों में बराबर है. ये बड़ी एक प्रकाशन को पतरस ने इस व्यक्ति के घर में पाया था. പെട്ടെന്ന് നമുക്ക് നമ്മുടെ കേന്ദ്ര വിഷയത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. हमारे मुख्य भाग की ओर हम वापस लौट कर आएंगे. लूका का सुसमाचार उसका 15 अध्याय. ഇത്രയും ഞാൻ പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത്. और लूका का 15 अध्याय पहला आयत और दूसरे आयत को समझने के लिए ये पृष्ठभूमि जानना जरूरी है, इसलिए मैंने इन बातों को आपके सामने रखा. മലയാളത്തിൽ വായിക്കുമ്പോൾ ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു എന്ന് നാം വായിക്കുന്നു. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ആരാന്നറിയാം, പക്ഷെ പലപ്പോഴും പാപി എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മനക്കരുതേ, പാപി എന്ന വാക്കുകൊണ്ട് സുവിശേഷകന്മാർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ളവരാ: ആട്ടിടയന്മാര്, തുകൽക്കൊല്ലക്കാര്, മറ്റ് അതുപോലെയുള്ള പല പല തൊഴിലുള്ളവരുണ്ടായിരുന്നു. യഹൂദ മതമേധാവികളുടെ ദൃഷ്ടിയിൽ മോശമായ തൊഴിലുകൾ, അശുദ്ധമായ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരുന്നവര്. അല്ലാതെ ഈ പാപി എന്ന വാക്ക് വായിക്കുമ്പോ കൊലപാതകരെന്നോ ദുർമാർഗികളെന്നോ ഉള്ള അർത്ഥം മാത്രമല്ല സുവിശേഷത്തിൽ ഉള്ളത്. അത് നമ്മൾക്ക് മറക്കരുത്. റിലീജിയസ്ലി പൊള്യൂട്ടഡ് പീപ്പിൾ, റിലീജിയസ്ലി പൊള്യൂട്ടഡ് പീപ്പിൾ. നമ്മുടെ ഭാരതത്തിലെ അതേ സംവിധാനമായിരുന്നു കർത്താവിന്റെ സമയത്ത് പലസ്തീൻ നാട്ടിലും ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളവരെ ആര് സ്വീകരിച്ചു? നമ്മുടെ കർത്താവ് സ്വീകരിച്ചു. സാധാരണ ഒരു റബി സ്വീകരിക്കുകയില്ല, അവരെ പഠിപ്പിക്കുകയില്ല, അവരെ പുച്ഛിച്ചു തള്ളുകയേ ഉള്ളൂ. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരെയും പുച്ഛിച്ചു തള്ളുന്നവനല്ല. സ്തോത്രം. हम देखते हैं कि 15 अध्याय के पहले आयत में लिखा गया है कि चुंगी लेने वाले पापी यीशु मसीह के पास में आए. चुंगी लेने वाले कौन है हम जान गए हैं, पर पापियों के विषय में कई बार हमें असमंजस में हम रह जाते हैं. हम जानते हैं, इसलिए मैंने यहाँ पर बताया कि जो चरवाहे होते हैं, जो चमड़ी का धंधा करते हैं और इत्यादि ऐसे छोटे छोटे व्यवसाय को करने वाले लोग उस जमाने में पापियों के समूह में आते थे. वो पापी नहीं है जो हत्यारे हैं, जो चोरी करते हैं, व्यभिचार करते हैं, पर जो उनके नजरों में जो नीच काम करते हैं या जो धार्मिक रीति से खोए हुए हैं, इन लोगों को पापियों के विषय या समूह में गिना जाते हैं. इसलिए हम यहाँ पर देखते हैं कि यीशु मसीह ऐसे पापियों के साथ, ऐसे लोगों के साथ यीशु मसीह बुलाने के लिए, उनको शिक्षा देने के लिए वो तैयार हुए. രണ്ടാമത്തെ വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? കർത്താവ് ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കുന്നത് കണ്ടപ്പോ മതമേധാവികൾക്ക്, പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും
വലിയ അസന്തുഷ്ടിത കർത്താവിനോട്. 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു എന്നാണ് മലയാളത്തിൽ. കർത്താവിനെ വിമർശിക്കുക, അവര് കർത്താവിൽ കുറ്റം കണ്ടുപിടിക്കുകയാണ്. കാരണം എന്താ? ഇവൻ ഈ കൊള്ളരുതാത്ത മനുഷ്യരോടൊക്കെ, ഈ ഇങ്ങനെയുള്ളവരോട് ഒരിക്കലും ഒരു റബി ഒരു ആട്ടിടയന്റെ കൂടെ ഭക്ഷണം കഴിക്കില്ലായിരുന്നു, ഒരു തുകൽ കൊല്ലക്കാരന്റെ കൂടെ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ഇൻകീപ്പേഴ്സ്, അത് വേറൊരു കൂട്ടരാണ്, ഞാൻ എല്ലാരെ കുറിച്ചും പറഞ്ഞില്ല, നിങ്ങൾ തന്നെ പഠിക്കണം. യേശു എന്നാൽ അവരെ എല്ലാം സ്വീകരിക്കുന്നു. സമൂഹം ത്യജിക്കുന്നവനെ സ്വീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം അങ്ങനെയാണോ? നാം പാവപ്പെട്ടവരെ എങ്ങനെയാ കാണുന്നത്? സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ് സമൂഹം തള്ളിക്കളയുന്നവരെ നാം എങ്ങനെയാ കാണുന്നത്? നാം അവരെ സ്വീകരിക്കുന്നവരാണോ? അതോ നാം പരീശന്മാരെ പോലെ അവരെ തള്ളിക്കളയുന്നവരാണോ? ചോദ്യചിഹ്നമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രിയമുള്ളവരെ. हम देखते हैं दूसरे आयत में कि जब यीशु मसीह इनके साथ मिलता जुलता था तो सारे फारिसी और शास्त्री लोग कुड़कुड़ाकर कहने लगे कि ये तो इन लोगों के साथ संगति करता है, ये पापियों के साथ में बैठता है। इस प्रकार से वो यीशु मसीह की आलोचना करने लगे, निंदा करने लगे। मेरे प्रियो, उस समाज में ऐसे लोगों को तुच्छ जाना जाता था, और उसी तुच्छ जाने गए लोगों के साथ यीशु मसीह बैठा करता था, उनके साथ वो मिलता जुलता था, उनका स्वभाव, और उन्होंने यही हमें सिखाया है। मैं आपसे भी यही सवाल करना चाहूंगा, क्या आप वैसे स्वभाव के हैं? क्या आपके बीच में जो गरीब हैं, जो दरिद्र हैं, जो आपको लगता है कि समाज के नीच हैं, क्या आप उनके साथ मिलना जुलना या प्यार के साथ व्यवहार करते हैं? यही हमारे प्रभु ने हमें सिखाया है। യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഒരു യഹൂദൻ ഒരു ശമരിയാക്കാരന്റെ കയ്യിൽ നിന്ന് വെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. ശമരിയാക്കാരൻ വാസ്തവത്തിൽ അവന്റെ സഹോദരനാണ്, ഹാഫ് ബ്രദറാണ്. എന്നിട്ട് പോലും അവന്റെ കയ്യിൽ നിന്ന് വെള്ളം പോലും കുടിക്കയില്ലാത്തവരായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം അതാ വായിക്കുന്നത്. ശമരി സ്ത്രീ വാസ് ഷോക്ക്ഡ്. വലിയ അത്ഭുതപ്പെട്ടു പോയി യേശു അവളോട് വെള്ളം ചോദിച്ചപ്പോ. കാരണം ഒരു യഹൂദൻ ഒരിക്കലും ഒരു ശമരിയക്കാരനോട്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് വെള്ളം വാഴി കുടിക്കുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നയാളാണ്? He is the one who breaks down walls. Hallelujah. മനുഷ്യര് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും മറ്റുള്ള സകല തരത്തിലുള്ള ഭിത്തികളും ഇടിച്ചു കളയുന്നവനാണ് നമ്മുടെ കർത്താവ്. നാമും അങ്ങനെയുള്ളവരായിരിക്കണം പ്രിയമുള്ളവരെ. അങ്ങനെയുള്ളവരാണോ നാം? അതോ നാമും ഈ ജാതിവാദത്തിലൊക്കെ പെട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ പോലെ ജീവിക്കുന്നവരാണോ? ആത്മാർത്ഥതയോടെ ഈ ചോദ്യത്തിന് उत्तर तरणमे। मेरे प्रियो, हम देखते हैं कि यूहन्ना 4 अध्याय में यीशु मसीह किस प्रकार से सामरी स्त्री के साथ मुलाकात करते हैं। हम जानते हैं कि यहूदी सामरियों के साथ कोई व्यवहार नहीं करना चाहते हैं, विशेष अगर वो एक औरत है, एक महिला है, उसके साथ कोई संपर्क नहीं करना चाहते हैं। पर वहां पर भी यीशु मसीह ने उन सारे दीवारों को तोड़कर, उन सारी बाधाओं को दूर करते हुए उन्होंने उस सामरी स्त्री के साथ बातचीत किया, संपर्क किया। मैं आपको पूछना चाहूंगा, क्या हम उस यीशु के स्वभाव को दर्शाते हैं, या हम भी जातिवाद की बात को लेकर बैठे हैं, या हम भी अपने दर्जा की बातों को लेकर हम भेदभाव करते हैं? यीशु के समान हमें भी सभियों को एक समान देखने का मनसा इन दिनों में प्रभु से मांगना है। മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 15:3 വരുമ്പോൾ, അൺഫോർച്ചുനേറ്റ്ലി മലയാളം ഇത് ശരിക്ക് തർജ്ജമ ചെയ്തിട്ടില്ല. അവിടെ ഒന്നുകിൽ ഒരു സോ അല്ലെങ്കിൽ ദെൻ, ഹിന്ദിയിൽ തബ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പെട്ടെന്ന് അങ്ങ് അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞതിനോട് ഒരു വാക്ക് വിട്ടുകളഞ്ഞു. മൂലഭാഷയിലുള്ള ഒരു വാക്ക് അപ്പോൾ എന്ന വാക്ക് അവിടെ ചേർക്കേണ്ടതാണ്. അപ്പോൾ അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. लिखा गया है उसके तीसरा आयत में, तब उसने उनसे ये दृष्टांत कहा। എപ്പോൾ? तब कहा ये दृष्टांत को? യേശുവിനെ വിമർശിച്ചപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും താൻ ഇങ്ങനെയുള്ള ആളുകളെ സ്വീകരിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത്
കണ്ട് അവരെ വിമർശിച്ചപ്പോൾ അവരോട് മറുപടിയായിട്ടാണ് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗം പറയുന്നത്. हम जानते हैं जब यीशु मसीह का आलोचना फरीसी और शास्त्री मिलकर कर रहे थे, यीशु की निंदा कर रहे थे, उन बातों के पश्चात यीशु मसीह ने उनको जवाब में 15 अध्याय की आगे की बातों को बताया है. പശ്ചാത്തലം ശരിക്കും പഠിക്കണമെന്നുള്ളതിന്റെ ഒരു തെളിവൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ചുമ്മാതെ വായിച്ചു പോകരുത് പുസ്തകം, സൂക്ഷ്മമായി വായിക്കണം, വളരെ കെയർഫുള്ളായി വായിക്കണം. അതിന്റെ ഒരു തെളിവാണ് ഇവിടെ. मैं इसलिए आपको बताना चाहूंगा, जब भी आप परमेश्वर के वचन पढ़ते हैं, आपको बहुत ध्यान पूर्वक पढ़ना है. ऐसे ही कोई किताब की समान पढ़कर खत्म नहीं करना है. उसकी पृष्ठभूमि को जानने के लिए आपको परिश्रम करना है. അതിന് മറുപടിയായി പറയുന്ന കഥകളാണ് ലൂക്കോസ് തന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. और यीशु मसीह ने उसके पश्चात जो उत्तर दिया, उसके विषय में हम 15 अध्याय में पढ़ते हैं. സൂക്ഷിച്ചു നോക്കണം. ഒന്നുകൂടെ വായിച്ചേ. മലയാളം വായിക്കുന്നവർ 3-ാം അധ്യായം, ഹിന്ദിയിൽ വായിക്കുന്നവർ 3-ാം അധ്യായം 3-ാം വാക്യം ഒന്നുകൂടെ സൂക്ഷിച്ചു വായിച്ചേ. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. लिखा गया है 3री आयत में, तब उसने उनसे ये दृष्टांत कहा. ये दृष्टांत उपम ഏകവചനമാണോ ബഹുവചനമാണോ? ये दृष्टांत जो बताया गया है, या एक वचन है या ये बहुवचन है? ഉപമ എന്ന് പറഞ്ഞാൽ ഉപമകൾ എന്നല്ല കർത്താവ് പറഞ്ഞത്, ലൂക്കോസ് പറയുന്നത്. ഉപമകൾ എന്നല്ല, ഉപമ എന്നാ പറയുന്നത്. और वहां पर नहीं बताया गया कि दृष्टांतों को बताया, दृष्टांत बताया है, एक वचन वहां पर बताया गया है. പക്ഷേ എത്ര കഥകളുണ്ട്? पर कितने सारे दृष्टांत या कितने कहानियां हैं वहां पर? 3 കഥകളുണ്ട്. 3 कहानियां हैं, 3 दृष्टांत है. ഇതിൽ 2 എണ്ണം ലൂക്കോസ് മാത്രം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഒരു കഥ മത്തായി വേറൊരു പശ്ചാത്തലത്തിൽ 18-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നഷ്ടപ്പെട്ട ആടിന്റെ കഥ. എന്നാൽ ലൂക്കോസിന്റെ 15-ലുള്ള 2 കഥകൾ ലൂക്കോസ് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. നഷ്ടപ്പെട്ട ബ്രഹ്മയുടെ കഥയും അവസാനത്തെ 3-ാമത്തെ കഥയും. और हम जानते हैं कि इन 3 दृष्टांतों में से 2 दृष्टांत है जो लूका बताता है, क्योंकि एक दृष्टांत जो खोए भेड़ के वो मत्ती के सुसमाचार में भी रेखांकित किया गया है. 2 दृष्टांत जो खोए हुआ पुत्र और खोए हुआ सिक्के के विषय में यहाँ पर यीशु मसीह लूका कहता है. ഇതിന്റെ ഉള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസ് നമുക്ക് എന്തർത്ഥം മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 3 കഥകൾ ഒരു ഉപമയാണ് എന്ന് മനസ്സിലാക്കി പഠിക്കണം. और लूका इसके बारे में क्या कहना चाहता है, इसका सारांश क्या है, ये जानने के लिए ये 3 दृष्टांतों को एक ही मतलब में या एक ही अर्थ को जानकर पढ़ना है. ഈ 3 കഥയിലും കുരിശിന്റെ ചിത്രമുണ്ട്. और तीनों दृष्टांतों में क्रूस का एक चित्र है. നമുക്ക് 3 കഥയും ഇതിൽ വിവരിച്ച് പഠിക്കാൻ സമയമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആദ്യത്തെ 2 കഥകൾ പറഞ്ഞങ്ങ് വിടുന്നതേ. और हमें 3 दृष्टांतों के विषय में मनन करने के लिए समय नहीं है. पहले 2 दृष्टांत को हम मनन करेंगे और हम आगे बढ़ेंगे. ആദ്യത്തെ കഥയിൽ എത്ര ആടുകളുണ്ട്? पहले दृष्टांत में कितने भेड़ हैं? 100. നമുക്ക് എല്ലാവർക്കും അറിയാം. 100 है, हम जानते हैं. ഞാൻ ഈ ചോദിക്കുന്ന ഉത്തരം എനിക്ക് കേൾക്കാൻ മേലെങ്കിലും നിങ്ങൾ പറയണേ, എങ്കിലേ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾ പറയണം. जो इस सवाल मैं करता हूं, मैं चाहूंगा कि आप लोग उसका उत्तर भी दे, हालांकि आप म्यूट में हैं, ताकि आप लोग जागृत होकर सुने. 100-ൽ എത്ര എണ്ണം നഷ്ടപ്പെട്ടു? 100 में से कितने नष्ट हुए? ഒരെണ്ണം നഷ്ടപ്പെട്ടു. 1 नष्ट हुआ. എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാ? इसका मतलब कितना प्रतिशत है? സിമ്പിൾ അരിത്മെറ്റിക്, 1%. 1% नष्ट हुआ है. യേശു ഒരു റബി ആയിരുന്നു. यीशु मसीह एक रब्बी है, एक शिक्षक है. ഒരു വലിയൊരു റബിനിക്കൽ പ്രിൻസിപ്പിൾ ആണ് ഈ 3 കഥകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. और उन्होंने एक बड़ी शिक्षा के एक सिद्धांत को यहाँ पर इस्तेमाल किया है.
അത് ഞാൻ ആ സ്ലൈഡിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ആ പ്രിൻസിപ്പിൾ. ഇതൊരു റബിനിക്കൽ ടീച്ചിങ് പ്രിൻസിപ്പിൾ ആണ്. ഫ്രം ദ ലൈറ്റ് ടു ദ ഹെവി. വെയിറ്റ് കുറഞ്ഞതിൽ തുടങ്ങി, ഭാരം കുറഞ്ഞതിൽ തുടങ്ങി, ഭാരമുള്ളതിലേക്ക്, മനസ്സിലാക്കുവാൻ എളുപ്പമുള്ളതിൽ തുടങ്ങി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതിലേക്ക് പോകുന്ന ഒരു ടീച്ചിങ് പ്രിൻസിപ്പിള് റബിമാര്, യേശു മാത്രമല്ല പല റബിമാർ ഉപയോഗിച്ചു. കർത്താവ് അതാ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഈ സിമ്പിളി തുടങ്ങുന്ന ഒരാട്ടിടേന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. और हम देखते हैं कि जब रबी लोग सिखाते हैं, उनकी सिद्धांत यह है कि आपको हल्के से फिर जो भारी है उसकी ओर जाना है, जो कम बोझ से है, जो भारी बोझ में है उसकी ओर आपको बढ़ना है। इसलिए यीशु मसीह बहुत ही सरल शब्दों में लोगों को समझाने के लिए इस बात को कहते हैं कि एक व्यक्ति को 100 भेड़ थे, उसमें से एक खो गया। അട്ടിടേന് എന്ത് ചെയ്തു? और चरवाहे ने क्या किया? ആ ഒന്നിന്റെ പുറകെ പോയി. वो उस एक भेड़ के पीछे गया, ആ പോകുന്നതിൽ കഷ്ടപ്പാടുണ്ട് പ്രിയമുള്ളവരെ. और उसके पीछे काफी मेहनत है। ഒരു പക്ഷെങ്കിൽ ഈ ആട് എവിടെയോ ഏതെങ്കിലും ദുർഘടമായ ഒരു സ്ഥലത്തായിരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടേക്ക് കയറുന്നതിലും അവിടെ നിന്ന് തന്റെ തോളിന്മേൽ ഇട്ടോണ്ട് വന്നെന്ന ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരാളിനെ തോളിന്മേൽ ഇടാൻ നോക്കിയിട്ടുണ്ടോ? ഈ ആടിന് നല്ല വെയിറ്റ് ഉള്ളത് ആടാ, ഇതിനെ തോളിന്മേൽ ഇടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തുടങ്ങുക, സിമ്പിളായിട്ട് തുടങ്ങുകയാ. There is suffering involved in the rescue of a sinner. കുരിശിനെ കുറിച്ചുള്ള ചെറിയൊരു ലൈറ്റ് ഇവിടെ നമുക്ക് കിട്ടുകയാണ്. हम देखते हैं कि कोई खोया हुआ एक भेड़ को वापस लेकर आना कोई आसान बात नहीं है। शायद वो भेड़ कहीं पर फंस गया होगा और उस फंसे हुए स्थान से उसको बाहर निकाल कर लेकर आना, और यहाँ पर दृष्टांत में बताया गया उसको अपने कंधे पर लेकर चरवाहा आता है। भेड़ कोई ऐसी हल्की जानवर नहीं है, उसको उठाना काफी बोझ है। उस बोझ को उठाते हुए वो चरवाहे इस भेड़ को लेकर आता है। हम वहां पर पढ़ते हैं। രണ്ടാമത്തെ കഥയിലേക്ക് വരുമ്പോ എത്ര ബ്രഹ്മയുണ്ട്? और दूसरे दृष्टांत में हम देखते हैं कि कितने सिक्के हैं। നിങ്ങൾക്കെല്ലാം അറിയാം 10 ഉണ്ട്. हम जानते हैं कि 10 सिक्के हैं। എത്ര എണ്ണം നഷ്ടമായി? कितने सिक्के नष्ट हुए? ഒരെണ്ണം നഷ്ടമായി. उसमें से एक सिक्का हो गया। എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് നഷ്ടമായത്? इसका मतलब कितना प्रतिशत नष्ट हुआ है? I hope all of you are answering. എല്ലാവരും ഉത്തരം പറയുന്നു എന്ന് വിചാരിക്കുന്നു. 10%. सब लोग उत्तर दे रहे हैं, मैं विश्वास करता हूं। 10%. 10% नष्ट हुए। ഒന്നാമത്തെ കഥയിൽ 1% നഷ്ടപ്പെട്ടിട്ടുള്ളൂ. पहले दृष्टांत में केवल 1% नष्ट हुआ है। From light to the heavy, that's the principle. और सिद्धांत यह है हल्के से बोझ तक। Now in the second story, 10% is lost. दूसरे दृष्टांत में 10% नष्ट हुआ है। മൂന്നാമത്തെ കഥയിലേക്ക് വരുമ്പോ तीसरे दृष्टांत में जब आते हैं, എത്ര മക്കളുണ്ട്? कितने लड़के हैं? മറുപടി പറയുന്നെന്ന് വിശ്വസിക്കുന്നു. എത്ര മക്കളുണ്ട്? कितने लड़के थे? 2 മക്കൾ. दो लड़के थे। എത്ര പേര് നഷ്ടപ്പെട്ടു പോയി? कितने उसमें से नष्ट हुए? പലരും മറുപടി പറയും 1 എന്ന്. ये लोग बोलेंगे कि एक नष्ट हुआ। ഒന്നെന്നാ നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായിട്ടില്ല. अगर आप कहते हैं कि केवल एक नष्ट हुआ है तो आपने कहानी को नहीं जाना है। രണ്ടും നഷ്ടപ്പെട്ട. दोनों भी खोए हुए थे। 100% is lost. 100% नष्ट हुआ है। അതാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഒരു പ്രിൻസിപ്പൽ, ഫ്രം ലൈറ്റ് ടു ദ ഹെവി, സിമ്പിൾ ആയതിൽ നിന്ന് ഹെവി ആയതിലേക്ക്, ബുദ്ധിമുട്ടുള്ളതിലേക്ക് പോയി പഠിപ്പിക്കുക. തുടങ്ങിയ 1% നഷ്ടപ്പെട്ടു, 10% നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ കഥയിലേക്ക് വരുമ്പോൾ കർത്താവ് വളരെ ക്ലിയർ ആയി കാണിക്കുകയാണ്, എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവനായി തീർന്നു. और हम देखते हैं कि यीशु मसीह वो सिद्धांत को अपनाकर सिखाते हैं हल्के से भारी की ओर। पहले दृष्टांत में 1% नष्ट हुआ, दूसरे दृष्टांत में 10% नष्ट हुआ, तीसरे सिद्धांत में हम देखते हैं कि 100% नष्ट हुआ है। यीशु मसीह इसी बात को यहाँ पर
सिखाते हैं। There are no perfectly righteous people. Remember, എന്താ വരെ പരീശന്മാര് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതാ. 613 കൽപ്പനകളും അനുസരിച്ചിട്ടുള്ള ഞങ്ങൾ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്, ഞങ്ങളെല്ലാം പെർഫെക്റ്റ്ലി റൈച്ചസ് ആണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അവരോട് പഠിപ്പിക്കുക. പഴയ നിയമത്തിൽ പഠിപ്പിച്ചിരുന്ന അതേ സിദ്ധാന്തം അത് പഴയ നിയമത്തിലെ പഠിപ്പില്ല, പുതിയ നിയമത്തിലെ അല്ല. 14-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, there is none who does good. ആരുമില്ല നന്മ ചെയ്യുന്നത്. और यीशु मसीह इस बात को बता रहे हैं कि सचमुच संसार में ऐसा कोई व्यक्ति नहीं है जो सिद्ध है, जो परिपूर्ण है, जिसमें कोई खोट या पाप नहीं है। भजन संहिता 14:1 में लिखा गया है, ऐसा कोई मनुष्य नहीं है जो भला काम करता है, सभी लोग परमेश्वर से महिमा से वंचित है, दूर हुए हैं। മറക്കരുത്, ആരോടാ കർത്താവ് ഈ കഥ പറയുന്നതെന്ന്. आप लोग भूलना नहीं, यीशु मसीह किसको इस दृष्टांत को बता रहे हैं? തന്നെ വിമർശിക്കുന്ന പരീശനോടാ പറയുന്നത്. उसकी आलोचना करने वाले फारिसी को यीशु कहता है, നിങ്ങൾ വിചാരിച്ചിരിക്കുക നിങ്ങള് പൂർണ്ണരാണ്, പരിശുദ്ധരാണ് എന്നാ ഞാൻ നിങ്ങളോട് പറയുക, അങ്ങനെ ഒരു മനുഷ്യനില്ല. സകല മനുഷ്യരും എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു എന്നുള്ള വലിയ സത്യം കർത്താവ് പഠിപ്പിക്കുകയാ. തുടങ്ങിയത് സിമ്പിളായിട്ട് അവസാനത്തിലേക്ക് വരുമ്പോ 2-2 നഷ്ടപ്പെട്ടു. वो सोचते हैं कि फारिसी सोचते हैं कि हम सिद्ध है, और यीशु मसीह दृष्टांतों के द्वारा उनको इस बात को बताना चाहता है कि कोई मनुष्य नहीं है संसार में जो अपने आप को सिद्ध या पवित्र कहला सकते हैं। सभी लोग परमेश्वर से दूर हुए हैं, उसकी महिमा से वंचित है। हम देखते हैं दृष्टांतों में किस प्रकार से पहला 1%, दूसरे में 10% और तीसरे में 100% नष्ट हुए हैं। यही है हकीकत आज की। അതുകൊണ്ടാണ് കർത്താവ് തന്റെ കഥയിൽ ഇങ്ങനെ പറയുന്നത്, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് സന്തോഷിപ്പീരെന്നവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത കർത്താവ് നല്ല കുത്തു കൊടുക്കുക പരീശന്. കാരണം പരീശൻ എന്താ പറയുന്നേ? അവന് മാനസാന്തരം ആവശ്യമില്ല, അവൻ പെർഫെക്റ്റ്ലി ജസ്റ്റ് ആണ്. കർത്താവ് പറയുക, നിങ്ങളെ പോലെയുള്ള 99 പേരേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, ഞാനും നിങ്ങളും ഒരിക്കലും പരീശനെ പോലെ ആകരുതേ. നമ്മൾ സിദ്ധരായി തീർന്നെന്നും പൂർണ്ണരായി തീർന്നെന്നും ഒന്നുള്ള ചിന്തയിൽ നടക്കരുതേ, വഞ്ചിക്കപ്പെടരുതേ. നമുക്കെല്ലാവർക്കും അനുദിനം ദൈവത്തിന്റെ കൃപ ആവശ്യമുണ്ട്. അവന്റെ കൃപയാൽ മാത്രം നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും. यहाँ पे लिखा गया 15 अध्याय में उस भेड़ के दृष्टांत में बताया गया है, जब और उनमें से एक खो जाए तो 99 को जंगल में छोड़कर उस खोई को जब तक न मिल जाए खोजता न रहे, और जब मिल जाती है तब वह बड़े आनंद से उसे कंधे पर उठा लेता है और घर में आकर मित्रों और पड़ोसियों को इकट्ठा करके कहता है, मेरे साथ आनंद करो क्योंकि मेरी खोई हुई भेड़ मिल गई है। मैं तुमसे कहता हूं कि इसी रीति से एक मन फिराने वाले पापी के विषय में स्वर्ग में भी इतना ही आनंद होगा जितना कि 99 ऐसे धर्मियों के विषय में नहीं होता जिन्हें मन फिराने की आवश्यकता नहीं है। यीशु मसीह फरीसियों को बता रहे हैं कि आप लोग सोचते हैं कि आप लोग धर्मी हैं और आप लोग में कोई कमी नहीं है, पर स्वर्ग में उन लोगों के विषय में आनंद होता है जो 99 धर्मी है, उन लोगों के विषय में नहीं, पर जो एक पापी जो मन फिरा कर प्रभु के पास में आता है उसके विषय में स्वर्ग में आनंद होता है। കണ്ടു കാണാതെ പോയ ആടിനെ കണ്ടുപിടണമെങ്കിൽ ഒത്തിരി പണിപെടണം, ഒത്തിരി പ്രവൃത്തി അതിന്റെ പിന്നിലുണ്ട്. ആടിന് സ്വയമായി തിരികെ വരുവാൻ കഴിയുകയില്ല. ഒരു നഷ്ടപ്പെട്ട നാണയം സ്വയമായി പോക്കറ്റിലേക്ക് തിരികെ വരികയില്ല. അതിനെ നോക്കി പോകണം, തൂത്തുവാരണം, കഷ്ടപ്പെടണം. കുരിശിന്റെ ചിത്രം വലിയതായി കർത്താവ് പെയിന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. പാപിയെ വിടുവിക്കുന്നതിന്, പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവം അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന ശക്തമായ ഉപദേശം കർത്താവ് തരികയാണ്.
और यहाँ पर हम देखते हैं कि यीशु मसीह बहुत स्पष्ट रीति से इन बातों को बताता है कि खोए हुए भेड़ को वापस लेकर आना, खोए हुए सिक्के को वापस लेकर आना कोई आसान बात नहीं है। इसमें बहुत मेहनत है, इसमें परिश्रम करना पड़ता है, अलग अलग तरीकों को इस्तेमाल करना पड़ता है। खोया हुआ सिक्का हमारे पॉकेट में वापस नहीं आता है जब तक हम उसके लिए मेहनत नहीं करें या घर को हम पूरी रीति से साफ सफाई नहीं करें। यीशु मसीह यहाँ पर क्रूस का उस चित्र को बता रहे हैं कि एक पापी को प्रभु की ओर लेकर आने के लिए इतना परिश्रम और मेहनत प्रभु के लोगों को करना अवश्य है। നമ്മുടെ ആ കഥയുടെ പ്രധാന ഭാഗത്തേക്ക് നമുക്ക് വരാം. उस दृष्टांत के सबसे मुख्य भाग की ओर हम अभी आएंगे। 11ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 11 आयत में लिखा हुआ है, പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. फिर उसने कहा किसी मनुष्य के 2 पुत्र थे। അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. उनमें से छोटे ने पिता से कहा, हे पिता, संपत्ति में जो भाग मेरा हो वह मुझे दे दीजिए। നമ്മളിത് വളരെ കെയർലെസ് ആയിട്ട് അങ്ങ് വായിച്ചു പോകുന്നത് കൊണ്ട് ഇതിന്റെ ഗൗരവം പലപ്പോഴും മനസ്സിലാക്കാറില്ല. कई बार हम इसको बहुत ही अलक्ष्य होकर पढ़ते हैं, इसलिए कई बार उसकी जो गंभीरता है समझ नहीं पाते हैं। കർത്താവിന്റെ സംസ്കാരത്തിൽ, പലസ്തീൻ നാട്ടിലെ 1ാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിൽ ഈ കൊച്ചു പയ്യൻ പറയുന്നത്, ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, അപ്പാ നീ ചത്തെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. हम जानते हैं कि फलस्तीन के संस्कृति के अनुसार ये जवान व्यक्ति अपने पिता को ऐसी मांग करना ये इसके तुल्य है कि वो बोले कि पिता अगर तुम मर जाए ये बेहतर होता। കാരണം പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് പിതാവിന്റെ സ്വത്തിന് അവകാശമില്ല. ചില പിതാക്കന്മാർ സന്തോഷത്തോടെ കൊടുക്കും, ഇല്ല എങ്കിൽ മരിച്ചു കഴിഞ്ഞാലേ അവർക്ക് അവകാശമുള്ളൂ. क्योंकि जब पिता जीवित है तब बच्चों को उनकी ओहरी या उनकी जो संपत्ति देना सही नहीं है, उनके मरने के बाद ही देना उचित है, हम देखते हैं। It was an absolutely shocking statement. और ये बहुत ही आश्चर्यजनक और बहुत ही विस्मित करने वाली एक कथन थी। എന്താ കർത്താവിനെ ശ്രമിച്ചുകൊണ്ടിരുന്നവർ പ്രതീക്ഷിച്ചെന്ന് അറിയാമോ? क्या यीशु मसीह के सुनने वालों ने क्या अपेक्षा की आप जानते हैं? അവര് പ്രതീക്ഷിച്ചത് പിതാവ് ആവർത്തന പുസ്തകം 21:18 മുതൽ 21 വരെ മോശ കൽപ്പിച്ചത് എൻഫോഴ്സ് ചെയ്യുമെന്നാണ്. उन्होंने सोचा कि जैसे व्यवस्था विवरण में उसके 21 के 18 आयत से आगे लिखा हुआ है, जो भी कानून है, व्यवस्था है, शायद वहां पर पिता ने भी उस पुत्र के ऊपर लागू किया होगा। ആവർത്തനം 21:18 മുതൽ ഇങ്ങനെയുള്ള മക്കളെ എന്ത് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. और व्यवस्था विवरण 21 अध्याय 18 से आगे ऐसे बच्चों के साथ कैसे व्यवहार होना है आप स्पष्ट रीति से बताया है। അവരെ എന്ത് ചെയ്യണം? ആവർത്തന പുസ്തകം 28:18 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. व्यवस्था विवरण उसका 21 अध्याय उसके 18 आयत से आगे में वहां पर इस प्रकार से लिखा गया है। Bless and go ahead and read it if you find it. लिखा है, यदि किसी से हठीला और दंगत बेटा हो जो अपने माता पिता की बात न माने किंतु ताड़ना देने पर भी उनकी न सुने, तो उसके माता पिता उसे पकड़कर अपने नगर से बाहर फाटक के निकट नगर के पुरनियों के पास ले जाए और वे नगर के पुरनियों से कहे, हमारा ये बेटा हठीला और दंगत है, यह हमारी नहीं सुनता, यह उड़ाऊ और पियकड़ है। तब उस नगर के सब पुरुष उसे पथराव करके मार डाले। यो तू अपने मध्य में से ऐसी बुराई को दूर करना, तब सारे इस्राएली सुनकर भय खाएंगे। സാധാരണ പിതാക്കൾ ഇതാ ചെയ്യുന്നത്. और साधारण रीति से पिता व्यवस्था के अनुसार ऐसे करते हैं। മൂപ്പന്മാരുടെ എരികൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. उनको सारे प्राचीनों के सामने लेकर आकर उनको पत्थर मारकर मारना है। എന്നാൽ ഈ അപ്പൻ അങ്ങനത്തെ അപ്പനല്ല. परंतु ये पिता ऐसा पिता नहीं है। Look at this father. ഈ അപ്പനെ ഒന്ന് കണ്ടേ.
इस पिता की ओर एक बार ध्यान दो आप। തുടക്കത്തിൽ തന്നെ കർത്താവ് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്, ഇതൊരു സാധാരണ പിതാവല്ല, ഇത് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ചിത്രമാണ്. പാപികളുടെ മേലും ദുഷ്കർമ്മികളുടെ മേലും ഒരുപോലെ തന്നെ തന്റെ മഴയും തന്റെ സൂര്യനെയും അയക്കുന്ന നല്ല സ്വർഗത്തിലെ അപ്പച്ചന്റെ ചിത്രമാണിത്. और हम शुरुआत से ही देखते हैं कि ये पिता जो है संसार के पिता के समान नहीं है, ये एक स्वर्गीय पिता के भावनाओं को या उसकी मंशा को प्रकट किया गया है। वो इस प्रकार से उसको दूर करने वाला या दंड देने वाला नहीं है, वो प्यारा है, वो उसको सहानुभूति दिखाने वाला है। जैसे वचन में लिखा गया है, वो पापियों के ऊपर और धर्मियों के ऊपर भी मेह बरसाता है, सूर्य की प्रकाश को देता है। അതുകൊണ്ട് 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. और वहां पर 12वें आयत में लिखा गया है कि उसने अपने संपत्ति का विभाजन किया। അവിടെ മലയാളത്തിൽ മുതൽ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന മൂലഭാഷയിലെ വാക്ക് വളരെ രസകരമായ ഒരു വാക്കാണ്. और the word that is translated in Malayalam mudal, I don't know what it is in Hindi, property, is a very interesting word. और वो जो शब्द इस्तेमाल किया गया है संपत्ति के लिए या भाग के लिए, बहुत ही एक रुचिकर शब्द है। ആ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് ബയോളജി എന്ന വാക്ക് ലഭിക്കുന്നത്. और उस आयत से या उस शब्द से बायोलॉजी ये शब्द का हम देखते हैं। പഴയ കിങ് ജെയിംസിൽ അത് ശരിക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. പഴയ കിങ് ജെയിംസിൽ അതിനെ ലിവിങ് എന്ന തർജ്ജമ, ഹി ഡിവൈഡഡ് ഹിസ് ലിവിങ് ബിറ്റ്വീൻ ദം എന്നാണ് എഴുതിയിരിക്കുന്നത്. और पुराने किंग जेम्स वर्जन में इस प्रकार से लिखा गया है कि उसने अपने जीविका को उन दोनों के बीच में विभाजित किया। ഇവിടെ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടുക, ആരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്? സകലരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹി ഈസ് ദ വൺ ഹു ഗേവ് us ലൈഫ്, ഹി ഗേവ് us everything we need for our life. അവരെ കുറിച്ചാണ് കർത്താവ്, അങ്ങനെയുള്ളവനെ കുറിച്ചാണ് കർത്താവ് ഈ കഥ പറയുന്നത്. और यीशु मसीह उनके विषय में बता रहा है जिसने हमें सब कुछ दिया है, सृष्टिकर्ता के विषय में बताया गया है, जिसने हमारे लिए सारी बातों को दे दिया है, उसका उल्लेख यहाँ पर किया गया है। സമയം വളരെ കുറവായതുകൊണ്ട് വളരെ വേഗം മുന്നോട്ട് പോകണം. എന്ത് ചെയ്യുന്നു ഇളയ മകൻ? और यहाँ पर ये छोटा पुत्र क्या कर रहा है? 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, इस प्रकार से लिखा है, ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. बहुत दिनों न बीते थे कि छोटा पुत्र सब कुछ इकट्ठा करके दूर देश को चला गया। ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ഒരു യഹൂദ നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. और इसकी गंभीरता को अगर जानना है तो यहूदियों का व्यवस्था को जानना जरूरी है। ജൂയിഷ് ലോ, കർത്താവിന്റെ സമയത്തെ നിയമം, അപ്പന് വേണമെങ്കിൽ പ്രോപ്പർട്ടി മക്കൾക്ക് കൊടുക്കാം, എന്നാൽ children were forbidden from selling the property until the father dies. पुराने नियम के अनुसार, यहूदी नियम के अनुसार अगर पिता चाहता है तो अपनी संपत्ति को दे सकता है बच्चों के हाथ में, पर जब तक पिता ना मरे तब तक बच्चे उस संपत्ति को कभी बेच नहीं सकते थे। നമ്മുടെയും ഇടയിൽ കേരളത്തിലൊക്കെ അങ്ങനെയായിരുന്നു. പണ്ടത്തെ ചില ആളുകൾക്ക് മുമ്പ് വരെ ഈ ക്രമം ഉണ്ടായിരുന്നു. അപ്പൻ ജീവിച്ചിരിക്കുമ്പോ अपन तന്ന वस्तु विक्या എന്ന് പറയുന്ന ഒരു നാണക്കേടായിരുന്നു നമ്മുടെ ഇടയിൽ. और हमारे केरल राज्य में भी इसी प्रकार की प्रथा थी। जब पिता जीवित है और संपत्ति का विभाजन हुआ है तो बच्चों को जब वो जीवित है तभी बेचना ये लज्जा की बात थी, कभी होता नहीं था। ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, പഠിക്കണം. നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സംഗതിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ്. യെരുശലേം തൽമൂദും ഡെഡ് സീ സ്ക്രോൾസും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സമയത്ത് ഉണ്ടായിരുന്ന യഹൂദ പ്രമാണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില ഗ്രന്ഥങ്ങൾ, എഴുത്തുകളാണ്. ഇതിൽ രണ്ടും സ്വന്തം അപ്പൻ തന്ന ഇൻഹെറിറ്റൻസ് നഷ്ടമാക്കുന്നവർക്ക് ഒരു പ്രത്യേക ക്രമത്തിലൂടെ കടന്നു പോകണമെന്ന് നിയമം എഴുതി വെച്ചിട്ടുണ്ടായി.
और पुराने सारे उन लिपियों के अनुसार जो भी यहूदियों का जो व्यवस्था थी, उसके अनुसार जो ऐसा पुत्र है जो अपने बाप की संपत्ति को उड़ा देता है या बेच देता है, उसके ऊपर एक विशेष दंड या उसको एक व्यवस्था के अधीन होकर जाना पड़ता है, लिखा गया है। ആ ക്രമ പരിപാടിയെ യഹൂദ ഭാഷയില് എബ്രായ ഭാഷയില് കെത്സാത്സ എന്നാണ് വിളിച്ചിരുന്നത്. കെത്സാത്സ, QETSATSAH ഇംഗ്ലീഷിൽ എഴുതിയെടുക്കണം, ഇത് നിങ്ങൾ പഠിക്കണം. और इस शब्द को जो इब्रानी भाषा में इस्तेमाल किया गया है वो है केत्सात्सा, जिसको हम अभी स्क्रीन में देख सकते हैं. ये समझना पढ़ना जरूरी है. ഈ പിതാവിന്റെ സ്വത്ത് നഷ്ടപ്പെട്ടിട്ട് ആ വ്യക്തി എന്നെങ്കിലും അവരുടെ ആ കമ്മ്യൂണിറ്റിയിലേക്ക്, ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ കെത്സാത്സ എന്ന് പറയുന്ന ഒരു ക്രമം, ഒരു പരിപാടി, ഒരു സെറിമണി ഗ്രാമക്കാർ നടത്തും. और जब कभी कोई पुत्र जिसने अपने पिता की संपत्ति को उड़ा दिया और वो वापस अपने गांव की ओर लौट कर आता है, तो वहां पर एक ऐसा एक कार्यक्रम होता है जिसको केत्सासा कहते हैं, जो गांव वाले, घर वाले मिलकर इसको इस पुत्र के ऊपर लागू करते हैं. എന്താ ഇത്? ഈസ് എ ടോട്ടൽ കട്ടിംഗ് ഓഫ് ഫ്രം ദ കമ്മ്യൂണിറ്റി. അതാണ് ഈ പരിപാടി. और उसका मतलब यह है कि उस व्यक्ति को समाज से पूरी रीति से बहिष्कृत करते हैं. ഒരു വലിയ പാത്രം കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് നട്ട്സും ബേൺ കോണും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇട്ടിട്ട് അത് ഈ ഇൻഡിവിജ്വലിന്റെ മുന്നിൽ വെച്ച് പൊട്ടിച്ചിട്ട് കൂട്ടമായി ഗ്രാമക്കാർ വിളയും, യു ആർ കട്ട് ഓഫ് ഫ്രം യുവർ പീപ്പിൾ എന്ന് പറയും. और उस व्यक्ति के सामने कुछ ऐसी चीजों को रखकर सारे गांव वाले इकट्ठा होकर उसको कहेंगे कि तो आपको पूरी रीति से हम गांव से बहिष्कृत कर रहे हैं, निकाल रहे हैं. टोटल एक्सकम्युनिकेशन, ऑल रिलेशनशिप्स आर कट ऑफ. और पूरी रीति से बहिष्कृत करते हैं, सारे रिश्तों को भी तोड़ना पड़ता है. പ്രായമുള്ള മലയാളികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഓർക്കേക്കും, കേരളത്തിലും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പരിപാടി. പടി അടച്ച് പിണ്ണം വെക്കുക എന്നാണ്. ബ്ലസൻ ഒരുപക്ഷെ തർജ്ജമ ചെയ്യാൻ പ്രയാസമായിരിക്കും. അങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട്, പടി അടച്ച് പിണ്ണം വെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ that person will never be admitted back into the community. പ്രായമുള്ള മലയാളികൾ എന്നെ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. जानते हैं, शायद हमारे पुराने जो केरल से आए हुए प्रिय लोग हैं, आप लोग जानते होंगे कि ऐसे व्यक्ति अगर कोई ऐसी हरकत करता है तो उसको घर से पूरी रीति से बाहर निकालते हैं और उसके साथ कोई भी संबंध कोई भी रखना पसंद नहीं करता है. No longer he is welcome in the community. फिर से उस व्यक्ति को उस समाज में कोई स्वागत नहीं करता है. നിങ്ങൾക്കറിയാം കൊച്ചുമകൻ എന്താ ചെയ്തെന്നതിനെ കുറിച്ച് വിവരിപ്പാൻ ആവശ്യമൊന്നുമില്ല. छोटे पुत्र ने क्या किया है उसका कोई विवरण मैं यहाँ पर देना नहीं चाहूंगा. അവനെല്ലാം നഷ്ടമാക്കി. उसने सब कुछ खो दिया. ആ എല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോൾ ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടായി. കഠിനക്ഷാമം എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. और सब कुछ नष्ट होने के बाद वहां पर एक बड़ा अकाल पड़ गया. बहुत ही कठिन अकाल की समय थी. ഒന്നും കഴിക്കാനില്ലാത്ത അവസ്ഥ. और उसे कुछ भी खाने के लिए वहां पर नहीं था. എന്ത് ചെയ്യുന്നു മകൻ? और वहां पर पुत्र क्या कर रहा है? എന്താ അവൻ തിരിച്ചു വരാൻ തീരുമാനിക്കുന്നത്? वो वापस आने की निर्णय क्यों लेता है? വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. 16-ാം വാക്യത്തിൽ പന്നികളെ മേയ്ക്കാൻ അയച്ചു, പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും അതുപോലും ആരും അവന് കൊടുത്തില്ല. 16वें आयत में लिखा गया है, और वो चाहता था कि उन फलियों से जिन्हें सुअर खाते थे अपना पेट भरे, और उसे कोई कुछ नहीं देता था. 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. 17 आयत में लिखा गया है, जब वो अपने आप में आया तब कहने लगा, मेरे पिता की कितने ही मजदूरों को भोजन से अधिक रोटी मिलती है और मैं यहाँ भूखा मर रहा हूँ. അനേക ഉപദേശിമാര് പഠിപ്പിക്കും ഇവിടെ അവൻ മാനസാന്തരപ്പെട്ടെന്ന്, അവന് ബോധം വന്നെന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് മാനസാന്തരപ്പെട്ടെന്ന് പഠിപ്പിക്കാറുണ്ട്. अनेक शिक्षा देने वाले इस प्रकार से कहते हैं क्योंकि उसको वो अपने आप में आया, मतलब उसका मन फिराव हुआ है, ऐसे सिखाते हैं. ഇല്ല, മണ്ടത്തരമായ പഠിപ്പിക്കലാണ്.
പുതിയ നിയമത്തിൽ പല ഒരു ടെക്നിക്കൽ വേർഡാണ് എപ്പോഴും മാനസാന്തരത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കല്ല ഇവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. और हम जानते हैं कि मन फिराव के लिए जो शब्द इस्तेमाल किया जाता है एक अलग शब्द है, और यहाँ पर जो शब्द इस्तेमाल किया गया है वो उस मन फिराव का शब्द नहीं है। ഇവന് മാനസാന്തരമൊന്നും വന്നില്ല, അവന് വിശപ്പ് സഹിക്കാൻ മേലാതായിപ്പോയി, അത്രേ ഉള്ളൂ. और यहाँ पर उसको कोई मन फिराव नहीं हुआ है, वो भूख सह नहीं पाया, ये उसकी अवस्था थी। അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ പോവുക, അപ്പന്റെ വീട്ടിൽ ചെന്നാ എനിക്ക് വല്ലതും കഴിക്കാൻ കിട്ടും. इसलिए वो कहता है कि मैं जा रहा हूँ, अपने पिता के घर में जाऊंगा तो वहां पर कुछ खाने के लिए मिल जाएगा। ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്യത്തിന്റെ ഉള്ള അർത്ഥം മനസ്സിലാക്കണേ വേറൊരു ഇമ്പോർട്ടന്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനോടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. और इसके अर्थ को सही से समझना है तो और एक पृष्ठभूमि को आपके सामने मैं बताना चाहूंगा, बहुत ही महत्वपूर्ण है। കർത്താവിന്റെ സമയത്ത് ഒരു കഴിവുള്ള ധനാഠ്യനായ ഒരുവന്റെ വീട്ടിൽ 3 തരത്തിലുള്ള വേലക്കാരുണ്ട്. यीशु मसीह के समय में एक धनिक व्यक्ति को 3 प्रकार के जो गुलाम होते थे, 3 grades. और 3 दर्जे के ऐसे गुलाम या नौकर होते थे. 3 പേരും ഈ കഥയിലുണ്ട്. और इन तीनों के विषय में ये कहानी में हम देखते हैं. ഏറ്റവും ഉയർന്നവൻ മൂലഭാഷയിൽ അവനെ അറിയപ്പെടുന്നത് ഡൂലോസ് എന്നായിരുന്നു. और सबसे जो ऊंचे दर्जे पर है उसको डूलोस, उसके यूनानी शब्द में हम कहते हैं. പൗലോസ് ആ വാക്കാ ഉപയോഗിച്ചത്. തന്നെ കർത്താവിന്റെ ഡൂലോസ് എന്നാ പൗലോസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. और पौलुस ने इसी शब्द का इस्तेमाल किया है जब कभी भी वो लिखता है, कहता है कि मैं यीशु मसीह का एक डूलोस हूँ. ആ പദം ഈ കഥയിലുണ്ട്. 22ാം വാക്യത്തിലുണ്ട്. മലയാളത്തിൽ ഇത് ദാസന്മാർ എന്നാ തർജ്ജമ ചെയ്തിരിക്കുന്നത്. और यहाँ पर 22 आयत में भी उसी शब्द का इस्तेमाल किया गया है, जिसको दासों के रूप में यहाँ पर हम पढ़ते हैं. അവര് ഇത് ആ യജമാനന്റെ വീട്ടിൽ, യജമാനന്റെ പ്രോപ്പർട്ടിയാണ്, യജമാനന്റെ വീട്ടിലെ പെർമനന്റ് മെമ്പറാണ്. और ये वो स्वामी का एक हक है उसके ऊपर, वो उस घर का हमेशा के लिए सदा रहने वाला सदस्य है. രണ്ടാമത്തെ കൂട്ടരെ 26ാം വാക്യത്തിൽ ഈ കഥയിൽ നമ്മൾ കാണുന്നു. और दूसरे समूह का जो चेला या सेवक है उसके 26 आयत में हम पढ़ते हैं. ബാല്യക്കാരൻ എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന മൂലഭാഷയിൽ ഫൈസ് അല്ലെങ്കിൽ പൈഡോൺ പ്ലൂറൽ, അതാണ് മൂലഭാഷയിലെ വാക്ക്. और हम देखते हैं 26 आयत में उसने और एक दास को यहाँ पर बुलाया, हिंदी में दास लिखा है, और उसकी यूनानी में जो अनुवाद है या मूल भाषा है वो पैस या पैदोन इस प्रकार से लिखा है. അവര് മിഡിൽ ഗ്രൂപ്പാ, അവര് യജമാനന്റെ പെർമനന്റ് എംപ്ലോയീസാ. और ये भी मिडिल ग्रुप में आने वाले सेवक हैं, ये भी उस स्वामी के सदा रहने वाले उसके घर के लोग हैं. എന്നാൽ 17ാം വാക്യത്തിൽ ഇളയ പുത്രൻ ഉപയോഗിക്കുന്ന വാക്ക് ഇത് രണ്ടുമല്ല. 17ാം വാക്യത്തിൽ മലയാളത്തിൽ കൂലിക്കാരൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നു. ആ വാക്ക് മിസ്തിയോസ് എന്ന മൂലപദത്തില് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ജോലിക്ക് വിളിക്കുന്നവർ, അങ്ങനെയുള്ള ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ടവരെയാണ് കൂലിക്കാര് എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. पर यहाँ पर हम देखते हैं दृष्टांत में 17 अध्याय में जो शब्द इस्तेमाल किया गया है कि मेरे पिता के कितने ही मजदूरों को, तो मजदूरों को जो यहाँ पर इस्तेमाल किया गया है वो ऐसे लोग नहीं हैं जो हमेशा घर में रहते हैं, पर वो कुछ समय के काम के लिए आते हैं. और यहाँ पर भी वो सबसे निम्न प्रकार के दास हैं हम देखते हैं. മത്തായിയുടെ സുവിശേഷം 20ാം അധ്യായത്തിൽ കർത്താവ് അവരെ കുറിച്ച് ഒരു ഉപമ പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് എന്നപ്പോഴും മാർക്കറ്റ് പ്ലേസിൽ ഐഡിയലായിട്ട് നിൽക്കുന്നു. 3 മണിക്ക് എന്നപ്പോഴും ആരും വിളിച്ചിട്ടില്ല. റെഗുലറായിട്ട് ആരും ജോലി കൊടുക്കാത്ത ഒരു കൂട്ടരാ ഏറ്റവും താന്നത്. ഇങ്ങനെയുള്ളവര് പോലും അപ്പന്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നു എന്നാ അവൻ ഓർക്കുന്നത്? അവർക്ക് കഴിക്കാൻ മേലാത്ത വണ്ണം ആഹാരമുണ്ട്. അങ്ങനെയുള്ള ഒരപ്പനാണ് എൻ്റെ അപ്പൻ എന്ന് അവന് ബോധം വരികയാണ്. और वो देखता है, वो इस प्रकार से कहता है कि ये जो लोग हैं जो मिस्टियोस कहलाते हैं, वो जो सबसे निच्च या सबसे निम्न प्रकार के दर्जे में आते हैं, ये लोगों को भी मेरे घर में, मेरे पिता के घर में खाने के लिए है. यीशु मसीह कई और बताते हैं कि ये लोग सुबह दोपहर में खड़े होते हैं, इनको कोई बुलाते भी नहीं है,
ऐसे ग्रुप के लोग हैं, पर ऐसे लोगों को भी पिता के घर में वहां पर सम्मान किया जा रहा है। സോ വിദ്വാൻ തിരിച്ചു പോകുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അപ്പനോട് സ്നേഹം ഉണ്ടായിട്ടല്ല, അപ്പത്തോട് സ്നേഹം ഉണ്ടായിട്ടാ. എങ്ങനെങ്കിലും വയറ് നിറയ്ക്കണം, കാരണം ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് മറക്കരുത്, ഒരിക്കലും പഠിപ്പിക്കരുത് അവന് മാനസാന്തരപ്പെട്ടിട്ടാവും പോകുന്നത്. അല്ലല്ലല്ല, അതിന് പിന്നെയും ഞാൻ തെളിവ് തരാം ഉടനെ. और वहां पे लिखा, हम जहां हमेशा सिखाते हैं कि वो अपने आपे में आया, उसका मन फिराव हुआ, इसलिए वो गया। वो मन फिरा कर नहीं जा रहा है पिता के घर में, वो भूखा है और इसलिए वो जाना चाहता है पिता के घर में अपने भूख को संतुष्टि तृप्त करने के लिए। मैं और एक बात को बताकर उसको साबित करना चाहूंगा कि वो मन फिराव की बात नहीं है। 18 19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനോട് 3 പോയിന്റ്. ഞാൻ പലപ്പോഴും ജോക്കിംഗ് ആയിട്ട് പറയും 3 പോയിന്റ് സെർമൺ ഇവിടെ ഉണ്ടായെന്ന് പറയും. 3 പോയിന്റാ. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഒന്നാമത്തെ പോയിന്റ് വായിക്കുന്നത്, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അതാ പോയിന്റ് നമ്പർ 1. और यहाँ पर 18 आयत में हम देखते हैं कि 3 बातों को बताया गया है, जो कई बार हम इसका जिक्र करते हैं एक संदेश के रूप में। पहला पॉइंट यह है कि मैंने स्वर्ग के विरोध में और तेरी दृष्टि में पाप किया है। പോയിന്റ് നമ്പർ 2. दूसरा बिंदु, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. अब मैं इस योग्य नहीं हूं कि तेरा पुत्र कहलाओ। സകല മതങ്ങളും പഠിപ്പിക്കുന്നതായി 2 സത്യം. और सारे धर्म इसी बात को सिखाते हैं। സകല മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ പാപിയാണ്. सारे धर्म इस बात को सिखाते हैं कि मनुष्य पापी है। സകല മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനും മനുഷ്യൻ യോഗ്യനല്ല. और सारे धर्म ये सिखाते हैं कि मनुष्य परमेश्वर की कृपा अनुग्रह के योग्य नहीं है। എന്നാൽ മുടിയം പുത്രൻ പറയുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് ക്രിസ്ത്യാനിറ്റിയെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. परंतु तीसरा बात जो पुत्र यहाँ पर कहता है, यही मसीहत को सबसे अलग करती है, सबसे बेहतर बताती है। മൂന്നാമത് അവൻ പറയുക, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ, ഞാൻ വന്ന് അപ്പന് വേണ്ടി അങ്ങ് ജോലി ചെയ്തേ. और तीसरे आयत में वो इस प्रकार से क्या कहता है कि मैं जाकर अपने पिता के लिए जाके काम करूंगा। എന്നെ നിന്നെ കൂലിക്കാരനാക്കിയാ മതി, എന്നെ ഡൂലോസ് ആക്കണ്ട, എന്നെ പായിസാക്കണ്ട, എന്നെ മിസ്തിയോസ് ആക്കിയ, ഏറ്റവും താന്ന കൂലിക്കാരനാക്കിയ. और इसलिए वो यहाँ पर सोचता है कि मुझे कोई डूलोस नहीं बनाना सबसे ऊंचे दर्जे पर, मुझे मिस्तियोस नहीं बना, मुझे पैदियोन नहीं बनाना जो दूसरे दर्जे पर है, पर मुझे सबसे छोटा मजदूर मिस्तियोस बनाकर अपने घर में रख ले। Summary of all religions. और इस सारे धर्मों का यही सारांश है। പാപം ചെയ്തു, ഞാൻ നിന്റെ മകനാകാൻ യോഗ്യനല്ല, ഞാൻ എന്തോ ചെയ്തോളാം, ഞാൻ വന്ന് നിന്റെ അപ്പം ഏൺ ചെയ്തോളാം, ഞാൻ വർക്ക് ചെയ്ത് സാൽവേഷൻ ഏൺ ചെയ്തോളാം. और कहना यहाँ पर ये सारे धर्म यही सिखाते हैं कि हम पापी हैं, हम उसके सामने खड़े होने की योग्यता हमारे अंदर नहीं है। और तीसरी बात भी यह सिखाते हैं कि हम अपनी काम कर परिश्रम कर हम अपनी मोक्ष को या उद्धार को हम पालेंगे। ഇതാ സകല മതങ്ങളും പഠിപ്പിക്കുന്നത്. ഇതാ सारे धर्म यही बात को सिखाते हैं। accept the way of the cross. हमें क्रूस के मार्ग को स्वीकारना जरूरी है। Accept. I'm sorry, Blessed, I'm sorry, I didn't pronounce it. This is what all religions teach. Accept the religion of the cross. सारे धर्म यही बात को सिखाते हैं, केवल क्रूस इससे हटकर है। നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നെന്ന് വിചാരിക്കുന്നു. വളരെ ഗഹനമായി മനസ്സിലാക്കേണ്ട സത്യമാണ്. ये बहुत ही गहरी सच्चाई है जिन्हें हमें अच्छे से समझना जरूरी है। He wanted to earn his bread by working, like all the people all around us. They want to do karma, this karma, that karma, and earn their salvation. और अन्य लोगों के समान, संसार के लोगों के समान
वो व्यक्ति भी, वो पुत्र भी अपनी मेहनत कर कर अपनी मजदूरी को कमाना चाहता था, जैसे संसार के लोग करते हैं। अपनी मोक्ष के लिए, अपने उद्धार के लिए वो करना चाहते हैं। ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെ പറയാറുണ്ട്, പരീശനാണ് ഈ കഥ പറഞ്ഞിരുന്നത്, എങ്ങനെ അവൻ പറഞ്ഞേനെ? मैं कई बार सिखाते वक्त ये बताता हूँ कि अगर एक फारसी इस कहानी को बताएगा तो वो कैसे बताएगा। ഇങ്ങനെ പറഞ്ഞേനെ, वो ऐसे बताएगा, അപ്പൻ ദൂരവേ മകനെ കണ്ടു, पिता ने अपन- दूर से पुत्र को देखा, അപ്പൻ എഴുന്നേറ്റ് അകത്ത് പോയി മുറിക്ക് പൂട്ടിട്ടു. और पिता अंदर जाकर घर में घुसकर उसने अपने दरवाजे को बंद कर दी। മകൻ വന്ന് കതകെ മുട്ടി, और पुत्र आकर उस द्वार पर खटखटाता है, പറഞ്ഞ അപ്പ ഞാൻ തിരിച്ചു വന്നു. और वो पुत्र कहता है कि पिता मैं वापस आ गया। അപ്പൻ അകത്തുനിന്ന് ചോദിക്കുന്നു, और पिता अंदर से पूछेगा, എടാ നീ നന്നായിട്ട് ഡ്രസ് ചെയ്താണോ വന്നിരിക്കുന്നത്? क्या तूने अच्छे से वस्त्र पहनकर तू आया है? നിന്നെ നല്ല മണമാണോ? നീ നല്ല ക്ലീൻ ആണോ? क्या तू शुद्ध है? क्या तुझसे अच्छी सुगंध आ रही है? ആ മകൻ പറയാ, അല്ലല്ലപ്പാ ഞാൻ പന്നിക്കുട്ടിന്നാ വരുന്നേ. और वो पुत्र कहेगा, नहीं नहीं पिता, मैं तो सूअरों के बीच में से आ रहा हूँ, കുളിച്ചിട്ട് ഒത്തിരി നാളായി, और नहाकर धोकर बहुत समय हो चुका है, വൃത്തികെട്ട വസ്ത്രം ധരിച്ചിരിക്കുന്നേ. मैंने बहुत ही गंदे बदबूदार कपड़ों को पहना है। അപ്പൊ അകത്തുനിന്ന് പറയും അപ്പൻ, പോയി നിന്നെ തന്നെ ശുദ്ധനാക്കിക്കൊണ്ട് വാ. और पिता अंदर से कहेगा, जा अपने आप को शुद्ध कर कर फिर मेरे पास में आ। നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നെന്ന് വിചാരിക്കുന്നു. സകല മതങ്ങളും പഠിപ്പിക്കുന്നത് അതാണ്. മനുഷ്യൻ തന്നെ തന്നെ നീതിമാനാക്കണം, തന്നെ തന്നെ വിശുദ്ധനാക്കണം, തന്നെ തന്നെ ഭക്തിയുള്ളവനാക്കണം. എന്നിട്ട് വന്നാൽ ഒരു പക്ഷെങ്കിൽ ദൈവം വാതിൽ തുറന്നേക്കും. और सारे धर्म यही बात को सिखाते हैं कि जाओ अपने आप को जाकर शुद्ध करके आ जाओ, अपनी मेहनत से, अपनी प्रयास से अपने आप को शुद्ध कर कर मेरे पास में आओ, और फिर शायद फिर पिता आपको अपना सकता है। सारे धर्म यही बात को सिखा रही है। നോക്കിയേ കർത്താവ് എങ്ങനെ കഥ പറയുന്നത്. परंतु यहाँ पर यीशु मसीह कैसे इस कहानी को बताते हैं, आप लोग ध्यान दो। ഈ പിതാവ് വളരെ വിഭിന്നനായ പിതാവാണ്. ये पिता सबसे अलग, सबसे विभिन्न एक पिता है। വടിയടച്ച് പിണ്ണം വെക്കുന്ന പിതാവല്ല ഇത്. ये ऐसा एक पिता नहीं है जो अपनों को पूरी रीति से बहिष्कृत करता है या दूर करता है। ഞാൻ എന്ത് ചെയ്യുന്നു? കേട്ടവരെ എല്ലാം ഷോക്ക് ചെയ്യുന്ന ഒരു വാക്കാണ് കർത്താവ് അടുത്ത് ഉപയോഗിക്കുന്നത്. और सारे सुनने वालों को विस्मित करने वाले एक बात को, एक कथन को यीशु वहां पर इस्तेमाल करता है। 3 പോയിന്റുമായിട്ട് വരുന്ന മകനെ ദൂരത്തിൽ നിന്ന് കണ്ടപ്പോ, और 3 बातों को लेकर आने वाले पुत्र को दूर से देखने वाले पिता ने, ഒരു സാധാരണ പിതാവ് കെത്സാത്സാ സെറിമണിക്ക് വേണ്ടി ഒരുങ്ങിയേനി. अरे साधारण पिता होता, संसार का पिता होता, तो उसको केत्सात्सा उस कार्यक्रम के लिए उसे तैयार करता। മോസ്റ്റ് പ്രോബബ്ലി വില്ലേജേഴ്സ് വില്ലേജിന്റെ അകത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഒരുപക്ഷെ ഈ സെറിമണിക്ക് തുടക്കം ഇട്ടിരുന്നിരിക്കാം. और शायद वो दूर से ही आते हुए गांव वालों ने उसको देखते ही शायद इस सेरेमनी के लिए या इस केत्सात्सा कार्यक्रम के लिए शुरुआत किया होगा, तैयारी किया होगा। കാരണം അവൻ ചെയ്തത് ഈ വില്ലേജേഴ്സിനെ എല്ലാം അപമാനിക്കുകയായിരുന്നു. क्योंकि उसने जो काम किया था वो यह काम है कि सारे गांव वालों को भी उसने निंदित कर दिया। കർത്താവിന്റെ സംസ്കാരം, കർത്താവിന്റെ നാട്ടിലെ ഇന്നും പലസ്തീനിലെ സംസ്കാരം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഷെയിം ബേസ്ഡ് കൾച്ചറാണ്. ഷെയിം ഓർ ഓണർ ഈസ് ദ സബ്ജക്ട്. റൈറ്റ് ഓർ റോങ് അല്ല വിഷയം, ഷെയിം ഓർ ഓണറബിൾ. ഇവൻ ചെയ്തത് നാട്ടുകാർക്കെല്ലാം നാണം കെടുത്തിയ പ്രവൃത്തിയാണ്. और हम जानते हैं कि जैसे यीशु के समाज में और आज के समाज में भी आदर और सम्मान बहुत ज्यादा महत्व दिया जाता है। सही क्या है, गलत क्या है, इसको कोई मायने नहीं दे, कोई फर्क नहीं रखता है या कोई इंपॉर्टेंस नहीं देता है। पर अगर वो सम्मान की बात नहीं है, उसको दंड जरूर दिया जाता है। അപ്പനറിയാം, ഗ്രാമീണര് അവന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവര് തന്റെ മകനെ ഇൻസൾട്ട് ചെയ്യുമെന്ന് അപ്പനറിയാം. पिता जानता है कि गांव वाले उसके खोए पुत्र को जब देखेंगे जरूर उसकी आलोचना करेंगे, उसको अपमानित करेंगे। കളിയാക്കുമെന്ന് അപ്പനറിയാം. ആഹാ, നീ ഇങ്ങ് വരാൻ തീരുമാനിച്ചോ എന്നവര് ചോദിക്കുമെന്ന് അപ്പനറിയാം.
और पिता जानता है कि सारे लोग कह सकते हैं कि क्या तू वापस आ गया, उसका मजाक उड़ा सकते हैं, उसको ठट्टे में उड़ा सकते हैं। ഈ അപ്പൻ വളരെ വളരെ വിഭിന്നനായ ഒരു അപ്പനാണ്. पर ये पिता सभियों के समान नहीं है, ये बहुत एक अलग किस्म का एक पिता है। കഥയുടെ തുടക്കത്തിൽ കല്ലെറിഞ്ഞു കൊല്ലേണ്ട മകനെ കല്ലെറിഞ്ഞു കൊല്ലുകയല്ല, സന്തോഷത്തോടെ സ്വത്ത് കൊടുത്ത് വിടുന്ന അപ്പൻ. और हम देखते हैं कि शुरुआत में ही जब पुत्र ने संपत्ति को मांगा, उसको पत्थर मारकर मारने वाला पिता नहीं, आनंद के साथ संपत्ति को विभाजित करने वाला एक पिता। ഇപ്പോൾ താൻ എന്ത് ചെയ്യുന്നു? ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതി. और यहाँ पर जब किसी ने अपेक्षा नहीं किया उस वक्त में, അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കണമെങ്കിൽ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. अगर इसकी सच्चाई गहराई को जानना है और एक बात को भी समझना जरूरी है। കർത്താവിന്റെ സംസ്കാരത്തിൽ ഒരൊറ്റ മാന്യനായ വ്യക്തി പോലും പരസ്യമായി ഓടുകയില്ല. और यीशु मसीह के संस्कृति में एक कोई भी आदर को रखने वाला व्यक्ति उस समाज में कभी भी दौड़ता नहीं था। പരസ്യമായി ഓടുക എന്ന് പറയുന്നത് മഹാലജ്ജാകരമായ ഒരു സംഗതിയായിരുന്നു ആ സംസ്കാരത്തിൽ. അരിസ്റ്റോട്ടിൽ പോലും പറഞ്ഞു, ജെന്റിൽമെൻ നെവർ റൺ ഇൻ പബ്ലിക്. और उस समाज की संस्कृति के अनुसार कोई भी व्यक्ति जो आदर और सम्मान के योग्य है, वो कभी भी सामूहिक रीति से सबके सामने वो कभी नहीं दौड़ता है। अरिस्टोटल ने भी कहा कि जो व्यक्ति जो जेंटलमैन है वो कभी भी समाज में नहीं दौड़ते हैं। അപ്പച്ചൻ എന്താ ചെയ്യുന്നത്? और यहाँ पर पिता क्या कर रहा है? ബെൻ സിറാക്ക് എന്ന് പറയുന്ന കർത്താവിന്റെ സമകാലീനനായ ഒരു റബി ഇങ്ങനെ എഴുതിയിരുന്നു, the manner of his walk, by the manner of his walk a gentleman is known. बेन सिराक इस प्रकार से कहता है, व्यक्ति के चाल या उसके चलने के अनुसार वो व्यक्ति किस प्रकार से है हम जान सकते हैं। എന്താ കാര്യം? इसका मतलब क्या है? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നും അറബി നാട്ടിൽ അങ്ങനെയുള്ളവരാണ്, വസ്ത്രമാണ് അവർ ധരിക്കുന്നത്. നീണ്ട വസ്ത്രങ്ങളാണ് പുരുഷന്മാര് ധരിക്കുന്നത്. അത് പൊക്കി പിടിച്ചുകൊണ്ട് വേണം ഓടുവാൻ. അപ്പോൾ അവരുടെ അണ്ടർ ഗാർമെന്റ്സ് വിസിബിൾ ആകും. അത് മഹാലജ്ജാകരമായ ഒരു സംഗതിയാണ്. और हम जानते हैं कि आज भी अरबी देशों में ऐसे पूरे लंबे वस्त्र को पहनते हैं, उसको उठाकर भागना अच्छा शोभा नहीं देता है। अगर उठाते हैं तो जरूर समाज में एक अपमानजनक बात है। എന്താ അപ്പച്ചൻ ചെയ്യുന്നത്? और यहाँ पर वो पिता क्या करता है? पुत्र को देखकर 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 20वीं आयत में लिखा हुआ है। മലയാളത്തിൽ വരുമ്പോൾ 20-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു, ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. लिखा गया है उसके 20वें अध्याय के दूसरे भाग में, वह अभी दूर ही था कि उसके पिता ने उसे देखकर तरस खाया और दौड़कर उसे गले लगाया और बहुत चूमा। അവനറിയാം അവന്റെ പൊന്നു മകനെ ഗ്രാമീണർ ഒരുപക്ഷെങ്കിൽ അപമാനിച്ചേക്കും, ഗ്രാമീണർ ഒരുപക്ഷെങ്കിൽ അവരോട് വേണ്ട രീതിയിൽ പെരുമാറിയില്ലെന്ന് വരും. ആ ഗ്രാമീണർ അവനെ അങ്ങനെ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുവാൻ മകന്റെ പണിഷ്മെന്റ് സ്വന്തം ചുമലിൽ ഏറ്റുകൊണ്ട് അപ്പനോടുകയാണ്. हम जानते हैं कि अगर गांव के लोगों ने उस पुत्र को देखा तो शायद वो उसको दंड देंगे, शायद वो उसको अपमानित करेंगे। उससे उस अपमान और उस दंड से बचाने के लिए वो पिता स्वयं उस अपना अपमान को लेकर उस सारे निंदा को लेकर अपने ऊपर लेकर वो उस पुत्र की ओर दौड़ कर जाता है। പ്രിയമുള്ള സഹോദരന്മാരെ മനസ്സിലാക്കണം, ഇത് കാൽവരി കുരിശിന്റെ ചിത്രമാണ്. मेरे प्रिय भाई और बहनों, आपको इस बात को जानना है, ये कलवरी के क्रूस का एक चित्र है। നമ്മുടെ മേൽ നാം ഏൽക്കേണ്ട അപമാനം ഏറ്റുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരി കുരിശ് ചുമന്ന് എനിക്കും നിനക്കും ഏൽക്കേണ്ട അടിയേറ്റ്, എനിക്കും നിനക്കും ഏൽക്കേണ്ട പണിഷ്മെന്റ് ഏറ്റ് നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവ് ചെയ്തതിന്റെ ചിത്രമാണിത്. मेरे प्रियो, आपको इस बात को जानना है, ये चित्र इस बात को बताती है कि कलवरी के क्रूस पर मुझे और आपको जो दंड मिलना था, मुझे और आपको जो अपमान को सहना था, उस सारे अपमान को, निंदा को, दंड को, वो सारी मार उसने उस क्रूस पर हमारे लिए सह लिया।
അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ 5:21 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. इसलिए पौलुस कहता है 2 कुरिन्थियों उसके 5:21 में, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. जो पाप से अज्ञात था उसी को उसने हमारे लिए पाप कराया कि हम उसमें होकर परमेश्वर की धार्मिकता बन जाए. എനിക്കും നിനക്കും വേണ്ട ശിക്ഷ നമ്മുടെ കർത്താവ് തന്റെ മേലേറ്റു. हमें और मुझे और आपको जो दंड मिलना था यीशु मसीह ने अपने ऊपर उसको सह लिया. Now look what happens to the son. ഇത് വളരെ ശ്രദ്ധയോടെ പഠിക്കണം. നോക്കിയാട്ടെ 3 പോയിന്റും കൊണ്ട് വരുന്ന മകന് ഇപ്പൊ എന്ത് പറ്റുന്നു? आप यहाँ पर बहुत ही ध्यान पूर्वक देखना सुनना, ये 3 बातों को लेकर आने वाले पुत्र के साथ क्या होता है. 18 19 3 പോയിന്റ് ഉണ്ട്. और 18 और 19 आयत में 3 ऐसे विषयों को हम देखते हैं, बिंदुओं को देखते हैं. 21 നോക്കിയേ. परंतु आप 21 आयत को ध्यान दो, സൂക്ഷിച്ചു നോക്കിയേ എത്ര പോയിന്റ് ഉണ്ടെന്ന്. ध्यान पूर्वक देखो कि कितना वहां पर पॉइंट्स हैं. മൂന്നാമത്തെ പോയിന്റ് അപ്രത്യക്ഷമായിരിക്കുക. और तीसरा बिंदु वहां पर लिखा हुआ नहीं है. എന്താ സംഭവിക്കുന്നത്? और वहां पर क्या हुआ है? ജീവിതത്തിൽ ആദ്യമായി അവന് മനസ്സിലായി അവന്റെ അപ്പൻ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നു. पहली बार उसकी जिंदगी में, उसके जीवन में उसको इस बात का बोध हुआ कि उसका पिता उसे कितना अगम्य प्रेम करता है. അവൻ വന്നത് കെത്സാത്ത് സെറിമണി പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. शायद वो वापस आया होगा कि उस कार्यक्रम को देखने के लिए, स्वीकारने के लिए आया था. ഗ്രാമീണരെല്ലാം കൂടി അവനെ അപമാനിക്കുമെന്ന് ഓർത്തുകൊണ്ടാണ് വരുന്നത്. गांव वाले सारे उसको अपमानित करेंगे ये सोचकर वो दूर देश से आता है. എന്നാൽ എന്താ കാണുന്നത്? അവൻ परंतु वो क्या देखता है वहां पर? തന്നെ സ്വീകരിക്കാൻ ഓടി വരുന്ന അപ്പനെയാ കാണുന്നത്. उसको स्वीकारने के लिए दौड़ कराने वाले पिता को वो देखता है. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാൽവറി കുരിശ് കാണുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. मेरे प्रियो, जब कलवरी के क्रूस की ओर आप ध्यान देते हैं तभी आप पता चलता है कि उसका प्रेम कितना गहरा, कितना गम्य है. He is not getting what he expected. He is seeing totally unexpected. वो जो जिसकी वो योग्य है उसे वो प्राप्त नहीं करता है, जिसको उसने कभी सोचा नहीं उसे वो प्राप्त करता है. For the first time in his life, he understood how much his father loves him. उसकी जिंदगी के पहली बार, जीवन में पहली बार उसने इस बात को जान लिया कि मेरा पिता मुझसे कितना प्यार करता है. കേൾക്കുന്ന എല്ലാവരും കാൽവറി കുരിശ് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട്. ആ കാൽവരിയിലേക്ക് നോക്കുവാൻ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. मैं विश्वास करता हूं कि आप में से अनेक लोगों ने कलवरी की क्रूस को देखा है. अगर हम में से अगर ऐसा कोई भी हो जिसने अब तक कलवरी के क्रूस को नहीं देखा है, फिर से मैं आपको याद दिलाना चाहूंगा, उसने अपने आप को त्याग कर आपसे प्रेम किया है. अपने पुत्र का नादर करते हुए आपको उसने मोल लिया है. वो आपसे प्यार करता है. उस क्रूस की ओर आप एक बार देखें. When പൗലോസ് ഈ സത്യം മനസ്സിലാക്കിയപ്പോഴാണ് റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വാക്യം താൻ എഴുതുന്നത്. और इस सत्य को जानने के बाद पौलुस रोमियो की किताब उसके 8वें अध्याय में उसकी 32 आयत में उस सच्चाई को बताता है. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? जिसने अपने निज पुत्र को भी ना रख छोड़ा परंतु उसे हम सब के लिए दे दिया, तो उसके साथ हमें और सब कुछ क्यों ना देगा. ഏതെങ്കിലും ഭാരത്തിലൂടെ കടന്നു പോകുന്ന എന്നെ ഇന്ന് രാത്രി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയ സഹോദര, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. തന്റെ പുത്രനെ ആദരിക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ തമ്പുരാൻ നിന്നെ നോക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനല്ലേ? मेरे प्रियो, अगर हमें से कोई ऐसा कोई बोझ से या परेशानी से होकर गुजर रहे हैं, मैं आपको बताना चाहूंगा, जिसने अपने पुत्र को हमारे लिए त्याग दिया, क्या वो हमारी सारी जरूरतों को पूरी नहीं कर सकता है? क्या वो हमें चलाने के लिए सक्षम नहीं है? ആ അപ്പച്ചന്റെ വാഗ്ദത്തം, ആ അപ്പച്ചൻ നിന്നെ നോക്കും, നിന്നെ പരിപാലിക്കും,
ഒരു കാരണവശാലും നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ അപ്പച്ചന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി. और वो प्रिय पिता वो आपको कभी भी तिरस्कार नहीं करेगा, आपको कभी इनकार नहीं करेगा। आपको केवल उसकी ओर देखना है, अपनी जीवन देना है, वो आपको चलाने के लिए सामर्थ्य है। 21 വാക്യം ഒന്നുകൂടെ നോക്കിയാട്ടെ. इसका 21 आयत को और एक बार आप लोग ध्यान देना। ആ അപ്പൻ ഓടി വന്ന് ചുംബിച്ചു കഴിഞ്ഞപ്പോൾ മകൻ പറയുകയാണ്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. അത്രേ അവന് പറയാനുള്ളൂ. പരിഹാരം ഒന്നും പ്രപ്പോസ് ചെയ്യുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി പണി ചെയ്തോളാം എന്ന് പറയുന്നില്ല. ഡു വാട്ട് എവർ യു വാണ്ട് ടു മീ വിത്ത് മീ എന്ന് മാത്രം he is explicitly saying. और 21 आयत में लिखा गया है, पुत्र ने उससे कहा, पिताजी मैंने स्वर्ग के विरुद्ध में और तेरे दृष्टि में पाप किया है और अब इस योग्य नहीं रहा कि तेरा पुत्र कहलाऊं। पुत्र कहता है, पिता अब आपको जो करना है आप क्या कर सकते हैं, मैं किसी के भी हकदार नहीं हूं, मैं जानता हूं। നോക്കിയേ അപ്പച്ചൻ എന്താ ചെയ്യുന്നത് നോക്കിയേ. और वहां पर पिता क्या करता है, आप लोग ध्यान दो। അപ്പൻ 22 വാക്യം, അപ്പൻ തന്റെ ദാസന്മാരോട്, അപ്പൻ ഇവന്റെ ഈ കൺഫെഷൻ, അതിന് അപ്പൻ അവനെ മകനായിട്ട് സ്വീകരിച്ചത് അവന്റെ കൺഫെഷൻ കൊണ്ടല്ല പ്രിയമുള്ളവരെ. അപ്പന്റെ സ്നേഹം ഇത്ര വലുതാണ്. നമ്മുടെ ഒരു നന്മ കൊണ്ടുമല്ല അപ്പൻ നമ്മെ സ്വീകരിച്ചിരിക്കുന്നത്, അപ്പന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അപ്പൻ നോക്കി അടുത്ത് എന്താ, അപ്പൻ ഇവനോട് ദാസന്മാരോടാ പറയുന്നത്. മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് നിൽക്കുക. മകന്റെ കൺഫെഷൻ അല്ല പ്രാധാന്യം. ദാസന്മാരോട് എന്താ പറയുന്നത്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക മോതിരവും കാലിന് ചെരുപ്പും ഇടുവീൻ. ആരോടാ കൽപ്പിക്കുന്നത്? ഹയസ്റ്റ് ലെവൽ ഓഫ് സെർവന്റ്, ഡൂലോസിനോടാ കൽപ്പിക്കുന്നത്. और हम देखते हैं कि पिता ने इस पुत्र को स्वीकारा, इसलिए नहीं क्योंकि उसने कोई अंगीकार की बातों को कहा, पर पिता का प्रेम इतना ही गहरा प्रेम है, इसलिए वो पिता उस पुत्र को स्वीकारता है। 22 आयत में लिखा गया है, उसने सबसे उच्च श्रेणी में होने वाले उन नौकरों को कहा कि जाओ और झट से अच्छे वस्त्र निकाल कर इसे पहनाओ और उसके हाथ में अंगूठी और पांवों में जूतियां पहनाओ। അപ്പൻ ഓടുന്ന കണ്ടപ്പോ അപ്പൻ തന്നെയല്ല ഓടുന്നത്, വേലക്കാരും കൂട്ടുകാർ അയലോക്കക്കാർ എല്ലാവരും കൂടെ ഓടുക. കേരളത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലെ സ്വഭാവം അറിയാമല്ലോ, നമുക്ക് പ്രൈവസി എന്ന് പറഞ്ഞൊരു പരിപാടി, എല്ലാവരും ഒരുമിച്ച് ഓടുക. ദാസനോട് പറയുക, എന്താ ചെയ്യുന്നത്? മേൽത്തരമായ അങ്കി. ആരുടെ അങ്കിയാ മേൽത്തരമായ അങ്കി? അപ്പന്റെ അങ്കിയാ. പന്നിക്കൂട്ടിന്ന് വരുന്നവനോട് നീ പോയി കുളിച്ച് ശരിയാക്കണമെന്നൊന്നും പറയുന്നില്ല. അവന്റെ മേൽത്തരമായ അങ്കി, വിശുദ്ധിയുടെ അങ്കി അണിയിപ്പിക്കുന്നവനാണ് നമ്മുടെ പിതാവ്. और हम देखते हैं कि बहुत ही दूर देश से आने वाले उस पुत्र को वहां पर देखकर, उसकी गंदगी को देखकर उसको नहीं कहता है कि जा अपने वस्त्र को अपने आप को शुद्ध कर वापस आने के लिए, ऐसी कोई भी बात नहीं कहा गया है। पिता वहां पर कहता है कि उसको सबसे झट से सबसे अच्छे वस्त्र निकाल कर जो पिता का है उसको पहनाओ, इस प्रकार से वो कहता है। പിതാവിന്റെ അടുക്കൽ വരുന്നവരെ അൺകണ്ടീഷണലായി സ്വീകരിക്കുന്നവനാണ് നമ്മുടെ അപ്പച്ചൻ. നമ്മുടെ നന്മ പ്രവൃത്തികൾ കൊണ്ടല്ല, നമ്മുടെ വലിയ കൺഫെഷൻ കൊണ്ടല്ല, നമ്മുടെ വലിയ പ്രാർത്ഥനകൾ കൊണ്ടല്ല, നമ്മുടെ ഒരു നന്മകൾ കൊണ്ടുമല്ല. അപ്പച്ചന്റെ സ്നേഹം ഇത്ര വലിയതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളിൽ ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഉള്ള രീതിയിൽ കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി കാലം ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, മടിച്ചു നിൽക്കരുതേ. നിന്നെ നീ സ്നേഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ. हम देखते हैं कि इसका यहाँ पर पिता का प्रेम कितना गहरा है। अगर आपके जीवन में ऐसी कोई बात है जो आपको परमेश्वर से दूर करती है, तो मैं आपको बताना चाहूंगा, उसका प्रेम में कोई शर्त नहीं है। उसका प्रेम बेशर्ती प्रेम है, गहरे रूप से वो आपको प्यार करता है। आप उसके पास में आओ, जितना आप उससे प्यार करते हैं उससे कई ज्यादा वो आपको चाहता है, आपको गले लगाना चाहता है। നമ്മുടെ കൈക്ക് മോതിരമിട്. उसके हाथों में अंगूठी पहनाओ। എന്താ മോതിരം? നമ്മുടെ നാട്ടിൽ പറഞ്ഞാല് ചെക്ക് ബുക്ക് ആണ്. ചെക്ക് ബുക്ക്, ബാങ്ക് അക്കൗണ്ട് ആണ് മോതിരം. और सही कहूं तो उसका अर्थ है कि चेक बुक के अनुसार है या बैंक अकाउंट के अनुसार है। സകലവും നശിപ്പിച്ചിട്ട് വരുമ്പോ
അപ്പൻ കൊടുക്കുക അപ്പന്റെ ആ ചെക്ക് ബുക്ക് കയ്യിലേക്ക്. और सब कुछ नष्ट करके आने वाले पुत्र के हाथ में पिता उसका चेक बुक देना चाहता है. കാലിന് ചെരുപ്പിട്. उसके पैरों में जूतियां पहनाओ. ശ്രദ്ധിച്ചു കേൾക്കണേ, ഡൂലോസിന് പോലും ഇല്ലാത്ത അവകാശം ആ ചെരുപ്പിടുക. ഡൂലോസിന് ചെരുപ്പിടാൻ അവകാശം ഇല്ലായിരുന്നു, പൈസിന് ചെരുപ്പിടാനുള്ള അവകാശമില്ലായിരുന്നു. ഇവൻ എന്തായിട്ട് വന്നതാ? മിസ്തിയോസ്, ഏറ്റവും താന്നവനായിട്ട് വന്നത്. മക്കൾക്ക് മാത്രമേ ചെരുപ്പിടാൻ അന്ന് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പബ്ലിക്കായി അപ്പം പറയാ, മോനെ നീ വന്നത് കൂലി വേലക്കാരനാകാനാണ്. എന്നാൽ നീ കൂലി വേലക്കാരനല്ല, നീ എന്റെ പൈതലാണ്. Let the whole world know, therefore put sandals on his feet. ऐसा हम देखते हैं कि जब पुत्र वापस लौट कर आता है, वहां पर हम देखते हैं कि जो सबसे ऊंची श्रेणी में दूलोस है वो कोई जूती नहीं पहन सकता है. जो पैदियोन है वो वहां अपने पैरों में कुछ पहन नहीं सकते हैं. वो एक मिस्तियोस होकर, एक मजदूर होकर वो वहां पर आना चाहता था. पर उस प्यारे पिता ने क्या किया? प्यारे पिता ने कहा, तू एक मिस्तियोस होकर यहाँ नहीं रहेगा, तू मेरा बेटा होकर, यहाँ का पुत्र होकर, यहाँ का हकदार होकर तू यहाँ पर मेरे साथ में रहेगा. क्योंकि केवल पुत्रों को जूती पहनने का अधिकार था और किसी को भी जूती पहनने की अधिकार नहीं थी. एक ऐसा अधिकार पिता पुत्र के ऊपर वहां देता है. നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിർത്തുകയാണ്. ബാക്കി ഭാഗം ഇനി എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ പഠിക്കാൻ നമുക്ക് ഒരുമിച്ച്. ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ കാൽവരി കുരിശ് കണ്ടേ മതിയാകുകയുള്ളൂ. मेरे प्रियो, मेरा समय यहाँ पर समाप्त हुआ, इसलिए मैं ज्यादा नहीं कहना चाहूंगा. परमेश्वर के प्रेम को जानना है, कलवरी के क्रूस की ओर देखना बहुत जरूरी है. എന്നെ കേൾക്കുന്ന എല്ലാവരും ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं सोचता हूँ कि हमें से हर एक जन उस प्रेम से बंधे हुए हैं. ഇല്ല എങ്കിൽ ഇന്ന് രാത്രി കാൽവരിയിലേക്ക് നോക്കിയാട്ടെ. अगर ऐसा नहीं है, आज शाम के वक्त में क्रूस की ओर फिर से अपनी नजर को उठाओ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. आइए अपनी आंखों को हम बंद करें. കർത്താവിന്റെ സ്നേഹം ഇത്ര വലിയതെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. प्रभु हमें ये कृपा दे, हमें अनुग्रह दे कि हम उसके प्रेम को सही रीति से जान पाए. തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, अपने पुत्र को त्यागते हुए हमारे लिए बलिदान करने वाला पिता, അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? उसी के साथ साथ क्या वो हमारी सारी जरूरतों को पूरी नहीं करेगा? ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രിയ സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. अगर बोझ से दबे हुए कोई हमारे बीच में है, मैं आपको कहना चाहूंगा मेरे प्रिय भाई, मेरे प्रिय बहन, आपकी सारी बोझ को उसके ऊपर डाल दो, क्योंकि उसको आपकी चिंता है. Whatever is your burden, whatever is your worry, cast it on the Lord Jesus. He will care for you. जो भी आपकी बोझ है, जो भी आपकी परेशानी है, उस बोझ को यीशु पर डाल दो, उसको वो जरूर आपको संभालेगा. Father, I pray for every person who heard the word tonight. पिता, मैं सारे लोगों के लिए प्रार्थना कर रहा हूँ जिन्होंने वचन को सुना है. Open our eyes to see how much you love us. हमारी आंखों को खोल दे ताकि हम देखें कि कितना हमसे प्यार करता है. Help us to trust you fully and completely for everything in our life. हमारे जीवन के हर एक विषयों में तुझ पर भरोसा रखने के लिए, विश्वास करने के लिए सहायता कर. ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടാതെ തിരുമേനിയെ പൂർണ്ണമായി വിശ്വസിപ്പാനുള്ള കൃപ തരണമേ. किसी के विषय में चिंता न करते हुए पूरी भरोसा तुझ पर रखने के लिए हमारे ऊपर अनुग्रह कर. I bless every person who heard your word tonight. मैं हर एक को आशीषित करता हूँ जिन्होंने वचन को ग्रहण किया. Bless us together, O Lord, we pray. हम सभी को एक साथ आशीषित कर. In Jesus' name. यीशु मसीह के नाम से. Amen. आमीन. സ്നേഹത്തോടെ ക്ഷമയോടെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക്